We've been looking at Acts chapter 20 and verse 27. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം നാം ശ്രദ്ധിക്കുകയായിരുന്നല്ലോ. 27-ാം വാക്യം നോക്കാം. And when Jesus began his ministry, he replaced the 10 commandments with the Sermon on the Mount. കർത്താവായ യേശുക്രിസ്തു പരസ്യ ശുശ്രൂഷ തുടങ്ങിയപ്പോൾ 10 കൽപ്പനകൾക്ക് പകരം കർത്താവ് സംസാരിച്ചതാണ് ആ ഗിരിപ്രഭാഷണത്തിൽ നാം കാണുന്നത്. For the Israelites, the law, the 10 commandments was very sacred. ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം മോശ മുഖാന്തരം നൽകിയ ആ 10 കൽപ്പനകൾ വളരെ പവിത്രമായ ദൈവത്തിന്റെ ആലോചനകളായിരുന്നു. They gloried that they had the law which separated them from all the other nations of the world. അവരുടെ ചുറ്റുപാടുമുള്ളതായിരിക്കുന്ന എല്ലാ ജാതികളെയും അപേക്ഷിച്ച് അവരെ വിശേഷതയുള്ളവരാക്കിയത് ദൈവം തന്നെ നൽകിയ ഈ വിശുദ്ധ കൽപ്പനകളായിരുന്നു. But Christians have not gloried in the Sermon on the Mount as the thing that should distinguish them from all the people in the world. ലോകത്തിലുള്ള മറ്റെല്ലാ മനുഷ്യരിൽ നിന്നും അവരെ വ്യത്യസ്തരാക്കുന്ന കാര്യമാണ് യേശു തന്റെ പരശുശ്രൂഷയുടെ പ്രാരംഭത്തിൽ ശിഷ്യന്മാരായ നമുക്ക് വേണ്ടി നൽകിയ അവിടുത്തെ ഈ വചനങ്ങൾ എന്നുള്ളത്. ക്രിസ്ത്യാനികൾ അതിൽ അഭിമാനിക്കുന്നവരല്ല. If Christians had gloried in that, ലോകത്തിലെ ക്രിസ്തീയ വിശ്വാസികൾ യേശു നൽകിയ ഈ കൽപ്പനകളില് പുകഴുന്നവരും അതിനെ വിലമതിക്കുന്നവരുമായിരുന്നെങ്കിൽ our testimony as believers would have been very different. ക്രിസ്തീയ വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമ്മുടെ സാക്ഷ്യം ഇന്നുള്ളതിനേക്കാൾ വളരെ വ്യത്യസ്തമായിരുന്നേനെ. When we started the work in Bangalore, we frequently did a detailed study of the Sermon on the Mount. ബാംഗ്ലൂരിലെ സഭയുടെ പ്രാരംഭ നാളുകളില് ഞാൻ ഓർക്കുന്നുണ്ട്, ഗിരിപ്രഭാഷണത്തെക്കുറിച്ച് വളരെ സമയമെടുത്ത് വിശദമായി ഞങ്ങൾ പഠിക്കാനിടയായി. Through the years we have gone back to that again and again and again. ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഉടനീളം വീണ്ടും വീണ്ടും ഞങ്ങള് മത്തായി 5, 6, 7 അധ്യായങ്ങളിൽ യേശു പഠിപ്പിച്ച കാര്യങ്ങളിലേക്ക് മടങ്ങിപ്പോയിട്ടുണ്ട്. Because Jesus contrasted the old covenant to the new covenant so frequently in this sermon. കർത്താവിന്റെ ഈ ഗിരിപ്രഭാഷണത്തില് പഴയ നിയമത്തിലെ ദൈവിക കൽപ്പനകളെയും കർത്താവ് നൽകുന്ന പുതിയ കൽപ്പനകളെയും താരതമ്യപ്പെടുത്തി കൂടെ കൂടെ സംസാരിക്കുന്നു. If you want to understand the purpose of God, you got to understand these 3 chapters. ദൈവത്തിന്റെ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന ഉദ്ദേശം യഥാർത്ഥത്തിൽ തിരിച്ചറിയണമെന്ന് വരികില് കർത്താവ് പഠിപ്പിച്ച ഈ മഹൽ സത്യങ്ങളിലേക്ക് നമ്മുടെ ഹൃദയം കൊണ്ടുപോയേ മതിയാവും. And then at the end of these chapters, ഈ 3 അധ്യായങ്ങളുടെ ഒടുവിലായിട്ട് he talks about 2 buildings. 2 തരത്തിലുള്ളതായിരിക്കുന്ന കെട്ടിട നിർമ്മാണത്തെക്കുറിച്ച് യേശു സംസാരിക്കുന്നു. Matthew 7 verse 24 to 27. മത്തായി സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള വചനങ്ങളാണ്. He says, if you hear particularly these words of mine and obey them, you'll build your house on a rock. ശ്രദ്ധിച്ചു വായിക്കണം. ആകയാൽ എന്റെ ഈ വചനങ്ങൾ, കർത്താവ് അതിനു മുൻപ് പറഞ്ഞ വചനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്, അത് കേട്ട് ചെയ്യുന്നവനൊക്കെ. And if you only hear it and you don't do it, then you'll be building your house on sand. ഈ വചനങ്ങളെ നിങ്ങൾ കേൾക്കുക മാത്രം ചെയ്തിട്ട് അത് ചെയ്യാതിരുന്നാൽ, അനുസരിക്കാതിരുന്നാൽ നിങ്ങൾ മണലിന്മേൽ വീട് പണിയുന്നവനോട് തുല്യനായിരിക്കും. These 2 houses describe the true church and the false church. ഈ തരത്തിലുള്ള ഈ 2 കെട്ടിടങ്ങൾ കർത്താവിന്റെ യഥാർത്ഥ സഭയെയും വ്യാജ സഭയെയും സൂചിപ്പിക്കുന്നവയാണ്. These 2 church buildings are what finally in the book of Revelation you see as Jerusalem and Babylon. കർത്താവ് ഇവിടെ സാദൃശ്യ രൂപത്തിൽ സംസാരിച്ച ഈ 2 തരം ഭവനങ്ങളാണ് വെളിപ്പാട് പുസ്തകത്തിൽ കാലത്തികവിൽ യെരുശലേമായും ബാബിലോണായും രൂപാന്തരപ്പെടുന്നത്. So in describing the whole purpose of God in the Sermon on the Mount, he concludes with talking about Jerusalem and Babylon. ദൈവത്തിന്റെ ആലോചനയെക്കുറിച്ച് ഗിരിപ്രഭാഷണത്തിൽ സംസാരിച്ച് അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ ഗുരുവായ കർത്താവായ യേശു
യെരുശലേമിനെ കുറിച്ചും ബാബിലോണെ കുറിച്ചും സൂചിപ്പിച്ചിട്ടാണ് അവസാനിപ്പിക്കുന്നത്. I mean, if he had used the words Jerusalem and Babylon at that time, nobody would have understood it. ഈ രണ്ട് പദങ്ങൾ അവിടെ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ്. കാരണം യേശു അന്നത് പറഞ്ഞിരുന്നെങ്കിൽ കേൾവിക്കാർക്കൊന്നും മനസ്സിലാകുമായിരുന്നില്ല. That's what these two houses are. എന്നാൽ യേശു സൂചിപ്പിക്കുന്ന ഈ രണ്ടു തരത്തിലുള്ളതായ കെട്ടിടങ്ങൾ യെരുശലേമിനെയും ബാബിലോണെയുമാണ് We സൂചിപ്പിക്കുന്നത്. can say the New Testament begins with the description of Jerusalem and Babylon here, and the New Testament ends in Revelation also with the description of those two. നമുക്കിങ്ങനെ പറയാം, പുതിയ നിയമത്തിന്റെ തുടക്കത്തിൽ തന്നെ ഈ രണ്ട് തരത്തിലുള്ളതായിരിക്കുന്ന സഭകളെക്കുറിച്ച്, പണികളെക്കുറിച്ച് നാം കാണുന്നു. പുതിയ നിയമം അവസാനിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിലും നാം യഥാർത്ഥ സഭയാകുന്ന യെരുശലേമിനെയും വ്യാജസഭയായ ബാബിലോണിനെയും കുറിച്ച് കാണുന്നു. There are so many people who have written about Babylon. ബാബിലോണിനെ കുറിച്ച് അനേകം വേദപണ്ഡിതന്മാർ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. Babylon, the great harlot. മഹതിയായ ബാബിലോൺ, വേശ്യയായ ബാബിലോൺ തുടങ്ങിയ പേരുകളിൽ നിരവധി ഗ്രന്ഥങ്ങൾ. Referred it to some particular group of churches. ലോകത്തിൽ ചരിത്രത്തിൽ കാണപ്പെട്ട ഇന്നുമുള്ളതായിരിക്കുന്ന വിവിധ ക്രിസ്തീയ സഭകളെ കുറിച്ചാണ് അവർ If you സൂചിപ്പിക്കുന്നത്. come out of those churches, you come out of Babylon. അവരുടെ പഠിപ്പീരനുസരിച്ച് അങ്ങനെയുള്ളതായിരിക്കുന്ന ബാബിലോൺ പോലെ വലിയ സഭാ സമൂഹങ്ങളിൽ നിന്ന് നിങ്ങൾ വെളിയിൽ വന്നാൽ നിങ്ങൾ ബാബിലോണിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നവർ പറഞ്ഞു. But what I see is these people who come out of those churches have built another Babylon here. എന്നാൽ ഞാൻ കണ്ടെത്തുന്ന ഒരു കാര്യം, ഈ തരത്തിലുള്ള വലിയ ബാബിലോണിൽ നിന്നും വെളിയിൽ വന്നവർ, ഈ വചനങ്ങൾ കേട്ട് വെളിയിൽ വന്നവർ അവരുടേതായിരിക്കുന്ന പുതിയ ബാബിലോൺ പടുത്തുയർത്തുന്നതായിട്ടാണ്. Let me tell you, you can sit in any church in the world and be a part of Babylon. നിങ്ങൾക്ക് ലോകത്തിലെ ഏതൊരു സഭയിൽ ഇരുന്നു കൊണ്ടും ബാബിലോണിന്റെ ഭാഗമായി നിങ്ങൾക്ക് തീരുവാൻ കഴിയും. I keep telling in my own church in Bangalore, I say, you can sit here and be part of Babylon. ബാംഗ്ലൂരിലുള്ളതായിരിക്കുന്ന സഭയിൽ ഞാൻ കൂടെ പറയാറുണ്ട്, സഹോദരങ്ങളെ, നിങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ ബാബിലോണിന്റെ വേശ്യാസഭയായ ബാബിലോണിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇരിക്കുവാൻ കഴിയും എന്ന്. How do you become a part of Babylon? ബാബിലോണിന്റെ ഒരു ഭാഗമായി നിങ്ങൾക്ക് എങ്ങനെയാണ് തീരാൻ കഴിയുന്നത്? You hear the words of Jesus. യേശുവിന്റെ വചനങ്ങൾ നിങ്ങൾ കേൾക്കുന്നവരായിരിക്കാം. Who are those people? They are not the non-Christians. അക്രൈസ്തവരല്ലല്ലോ യേശുവിന്റെ വചനങ്ങൾ തുടർമാനമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവർ. I don't think there are even a lot of nominal Christians. നാമതേ ക്രൈസ്തവരുമല്ല എന്ന് ഞാൻ ധൈര്യത്തോടെ പറയട്ടെ. Most believers don't read the Bible regularly. Where are the nominal Christians going to read the Bible? വിശ്വാസികളായ വേർപെട്ട വിശ്വാസികൾ എന്ന് പറയുന്നവർ പോലും തിരുവചനം വേണ്ടവണ്ണം വായിക്കുന്നില്ല. പിന്നെ നാമതേ ക്രൈസ്തവര് കർത്താവിന്റെ ഈ വചനങ്ങൾ ഈ പുസ്തകത്തിൽ നിന്ന് എങ്ങനെ കേൾക്കും? Babylon is those who hear God's words and don't obey it. That's all. ബാബിലോൺ എന്ന് പറയുന്ന വ്യാജസഭ കർത്താവിന്റെ വചനങ്ങളെ തുടർച്ചയായി കേൾക്കുകയും അതിനെക്കുറിച്ചൊന്നും ചെയ്യാതെ അനുസരണത്തിന്റെ വഴിയിൽ ഒന്നും ചെയ്യാത്തവരുമാണ്. Particularly the things mentioned in Matthew 5, 6 and 7. വിശേഷാൽ മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ യേശു പറഞ്ഞ വചനങ്ങളെക്കുറിച്ച് അനുസരണക്കേട് കാണിക്കുന്നവർ. And aren't there many people even in our churches like that? നമ്മുടെയൊക്കെ സഭകളിലും അത്തരത്തിലുള്ള നിരവധി ആളുകൾ ഇല്ലേ? I want to encourage all of you, if you're really serious about what we have talked about in this conference, ഈ കോൺഫറൻസിൽ നാം ചിന്തിക്കുന്ന കേൾക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നാം ഗൗരവബോധമുള്ളവരാണെങ്കിൽ, even you young people, ചെറുപ്പക്കാരായ നിങ്ങളോട് പ്രത്യേകമായി ഞാൻ പറയട്ടെ, study Matthew 5, 6 and 7. മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കണം. Go through every verse. കർത്താവ് പറഞ്ഞ ഓരോ വചനങ്ങളും ശ്രദ്ധാപൂർവം ധ്യാനിക്കണം. Don't rush through it. Read it slowly. ഓടിച്ചു വായിച്ചു പോകരുതേ, സാവധാനതയിൽ വായിക്കുക. And take a few weeks to go through those 3 chapters. ചില ആഴ്ചകൾ എടുത്താലും തെറ്റില്ല. ഈ 3 അധ്യായങ്ങള് ശ്രദ്ധാപൂർവം വായിച്ച് And let it പഠിക്കണം. search your heart. ആ ക്രിസ്തുവിന്റെ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുവാൻ അനുവദിക്കുക. And say, Lord, I want to build my house on the rock. നിങ്ങളിത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഈ പ്രാർത്ഥന സദാ ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, യേശുവേ, എന്റെ ജീവിതമാകുന്ന പണി ഈ പാറയിൽ തന്നെ ആയിരിക്കണം. I want to be a part of that church that will last forever. എന്നേക്ക് നിലനിൽക്കുന്ന പാറമേൽ അടിസ്ഥാനമിട്ട് പണിയപ്പെടുന്ന സഭയുടെ ഭാഗമായിട്ട് എനിക്ക് ആയിരിക്കണം. So I want to explain to you what it means to build on the rock. പാറയിൽ അടിസ്ഥാനമിട്ട് പണിയുക എന്ന് യേശു പറഞ്ഞത്
എങ്ങനെയാണ്, എന്താണ് എന്ന് ഞാൻ വിശദീകരിക്കാം. See, man is a body, a soul, and a spirit. മനുഷ്യരായ നാം ശരീരം, ദേഹി, ആത്മാവ് എന്നീ 3 ഘടകങ്ങൾ ഉള്ളവരാണ് എന്ന് നമുക്കറിയാം. God is a trinity, and God made man into a trinity. ദൈവം തന്നെ 3 ആളത്വങ്ങളിൽ വസിക്കുന്ന തൃത്വത്തിലുള്ള ദൈവമാണ്. അതേ സാദൃശ്യത്തില് 3 ഘടകങ്ങളുമായി ദൈവം മനുഷ്യരായ നമ്മെ സൃഷ്ടിച്ചു. The difference is God is 3 persons, and we are 3 parts in 1 person. എന്നാൽ ഒരു വ്യത്യാസമുണ്ട്. ദൈവം 3 ആളത്വങ്ങളിൽ വസിക്കുന്ന ഏക ദൈവമായിരിക്കെ തന്നെ നാം 3 വ്യത്യസ്ത വ്യക്തികളല്ല. നമ്മുടെ വ്യക്തിത്വത്തിന്റെ 3 ഘടകങ്ങളാണ് ആത്മാവ്, ദേഹി, ദേഹം ഇവ. Now the body we understand. ശരീരത്തെ കുറിച്ച് വേഗത്തിൽ നമുക്ക് മനസ്സിലാകും. We need to understand the difference between soul and spirit. എന്നാൽ നമ്മുടെ ആത്മാവും ദേഹിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നാം വ്യക്തമായി In മനസ്സിലാക്കും. the old covenant, nobody had an understanding about this. പഴയ നിയമ കാലഘട്ടത്തില് ദേഹിയും ആത്മാവും തമ്മിലുള്ള വ്യത്യാസം ആർക്കും മനസ്സിലായിരുന്നില്ല. It says in Hebrews chapter 4, എബ്രായലേഖനം 4-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ ഒരു കാര്യം കാണുന്നുണ്ട്. verse 12, 12-ാം വാക്യം. that the word of God is living and active and sharper than any two-edged sword that pierces to the dividing of soul and spirit. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർതിരിക്കുന്നത് വരെ തുളച്ചു ചെല്ലുന്നതുമാണ്. Judges the thoughts and intentions of the heart. ഈ ദൈവത്തിന്റെ വചനം ഹൃദയങ്ങളിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതാണ്. What do you think that verse means, that God's word comes to divide between soul and spirit? ദൈവത്തിന്റെ വചനം പ്രാണനെയും ആത്മാവിനെയും വേർതിരിക്കുന്നതാണ് എന്നാണ് ഇവിടെ നാം വായിച്ചത്. അതിന്റെ അർത്ഥം എന്താണ്? Paul says, whoever wrote Hebrews says in chapter 5, എബ്രായലേഖനം എഴുതിയ വ്യക്തി 5-ാം അധ്യായത്തിൽ ഇങ്ങനെയും പറയുന്നുണ്ട്. verse 11, some of these things are hard to explain because you're dull of hearing. 11-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഇതിനെക്കുറിച്ചൊക്കെ വളരെ പറയാനുണ്ട്, താല്പര്യമുണ്ടെങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നിരിക്കയാൽ തെളിയിച്ചു തരാൻ He വിഷമമാണ്. says the time has come when you should have been able to teach other people, verse 12, but you still want somebody to teach you the simple things of God's word. 12-ാം വാക്യത്തില് ഇബ്രായ ലേഖനകാരൻ പറയുകയാണ്, കാലം നോക്കിയാൽ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരാകേണ്ടവരാണ്, പക്ഷെ ഇപ്പോൾ ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങൾ നിങ്ങൾക്ക് വീണ്ടും ഉപദേശിച്ച് തരേണ്ടി വരുന്നു, ദുഃഖമുണ്ട്. And he says, you can only take milk, verse 13, but you can't take solid food. തുടർന്ന് പറയുകയാണ്, പാല് മാത്രമേ നിങ്ങൾക്ക് ദഹിക്കുകയുള്ളൂ, കട്ടിയുള്ള ആഹാരത്തിൽ നിങ്ങളിലെ ബുദ്ധിമുട്ടുണ്ടാക്കും. So this dividing of soul and spirit is not milk, it's a little more solid food. നമ്മുടെ ആത്മാവിനെയും പ്രാണനെയും കുറിച്ച് വ്യക്തത കിട്ടുകയും ഇത് തമ്മിൽ വിഭജിക്കുകയും ചെയ്യുന്ന ദൈവിക പ്രവൃത്തി എന്ന് പറയുന്നത് വെറും ശിശുക്കൾക്കുള്ള പാല് അല്ല, ഇത് കട്ടിയായ ആഹാരമാണ്. I believe that most of us here have heard so much that we should have gone past milk and all long ago. ദൈവത്തിന്റെ വചനം, ദൈവിക ആലോചന വർഷങ്ങളായി കേൾക്കുന്ന നമ്മിൽ മിക്കവരും ഈ പാല് മാത്രം കുടിക്കുന്ന ആത്മീക ശൈശവത്വത്തിൽ നിന്നും എന്നേ മുൻപോട്ട് വളർച്ച പ്രാപിക്കേണ്ടവരായിരുന്നു. We mustn't be just happy to just go to a meeting on Sunday. ഞായറാഴ്ച ഏതെങ്കിലും ഒരു മീറ്റിംഗിന് സംബന്ധിക്കുന്നതിൽ മാത്രം സംതൃപ്തി കണ്ടെത്തേണ്ടവരല്ല നാം. It says here that we should be able to eat solid food and be able to teach others. കട്ടിയായിട്ടുള്ള ആഹാരം കഴിക്കാൻ നിങ്ങൾ പ്രായപൂർത്തിയാകേണ്ടവരായിരുന്നെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ദൈവത്തിന്റെ വചനങ്ങൾ പഠിപ്പിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ വളരേണ്ടിയിരുന്നു. So I'll try and explain a little bit about this so that we understand. നമ്മുടെ ഈ വിഷയത്തിലുള്ള ധാരണ വ്യക്തത ഉണ്ടാകേണ്ടതിനായി ഞാൻ ചില വിശദീകരണങ്ങൾ പറയാം. Many of these things are pictured in the Old Testament. ഇവിടെ പറയുന്നതായിരിക്കുന്ന കാര്യങ്ങൾ മിക്കതും പഴയ നിയമത്തില് സാദൃശ്യ രൂപത്തില് പറഞ്ഞിട്ടുണ്ട്. For example, the deliverance from Egypt is a beautiful picture of our salvation. നമ്മുടെ അന്ധകാരത്തിന്റെ അവസ്ഥയിൽ നിന്നുള്ള വെളിച്ചത്തിലേക്കുള്ള രക്ഷയുടെ ഒരു മനോഹര ചിത്രമാണ് അടിമകളായ മിസ്രയീമിൽ നിന്നും ദൈവജനം വിടുവിക്കപ്പെടുന്നത്. Egypt is a picture of the world and Pharaoh is a picture of Satan, the ruler of the world.
ഈജിപ്റ്റ് അല്ലെങ്കിൽ മിസ്രൈം എന്ന് പറയുന്നത് ലോകത്തിന്റെ ഒരു ചിത്രമാണ്. ഈജിപ്തിന്റെ ഭരണാധികാരിയായ ഫറവോൻ പിശാചിന് സാദൃശ്യം വഹിക്കുന്നു. The lamb that was killed is a picture of Christ, and he put his blood outside so that death doesn't come into the house. ഇസ്രായേൽ മക്കൾ അവർക്ക് വേണ്ടി കൊല്ലപ്പെട്ടതായിരിക്കുന്ന ഓരോ കുഞ്ഞാടും ദൈവത്തിന് പുത്രൻ നമുക്ക് വേണ്ടി യാഗമായ ദൈവ കുഞ്ഞാടിന്റെ ചിത്രമാണ്. And they went into the Red Sea and came out is a picture of water baptism. We read in 1 Corinthians 10. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനം ചെങ്കടലിലൂടെ നടന്ന് ഇക്കര എത്തിയത് സ്നാനത്തിനൊരു മുൻകുറിയാണ്. In 1 Corinthians 10 it says they were baptized in the sea, it says. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിൽ അങ്ങനെ തന്നെ നാം കാണുന്നുണ്ട്. അവര് സമുദ്രത്തിലൂടെ കടന്നു സ്നാനമേറ്റു എന്ന് വായിക്കുന്നു. And then it says they came out, 1 Corinthians 10, and they were baptized by the cloud that came from heaven. വെള്ളത്തിലൂടെ സ്നാനത്തിന് മുൻകുറിയായി വെള്ളത്തിലൂടെ കടന്നു വന്ന ഈ ജനം മേഘത്തിന്റെ കീഴിലായിരുന്നപ്പോൾ ആത്മസ്നാനമേറ്റതിന് തുല്യമായിരുന്നു. That's another picture of baptism in the Holy Spirit. പരിശുദ്ധാത്മാവിലുള്ള സ്നാനത്തിന്റെ മറ്റൊരു ചിത്രമാണ് ഇസ്രായേൽ ജനത്തിന്റെ ഈ നടപ്പ്. Then they came out. അവിടെ നിന്ന് അവർ വെളിയിൽ വന്നു. They built a tabernacle. അവരുടെ നടുവില് ഒരു ദൈവത്തിന്റെ സമാഗമന കൂടാരം പണിതു. After we go through all this, we are called to build a church. ഈ അനുഭവം ഞാനിപ്പോൾ സൂചിപ്പിച്ച പ്രാരംഭ ക്രിസ്തീയ അനുഭവങ്ങൾ കൂടെയൊക്കെ കടന്നുപോയതിനു ശേഷം നാം ദൈവത്തിന്റെ നിവാസമായിരിക്കുന്ന സഭ പണിയുവാനായി ദൈവം പുറപ്പെടുവിച്ചു കൊണ്ടുവരപ്പെട്ടവരാണ്. And when God told them to build a church, to build a tabernacle, ദൈവം ഇസ്രായേൽ ജനത്തോട് ഒരു കൂടാരം പണിയുവാൻ, സമാഗമന കൂടാരം പണിയുവാൻ പറഞ്ഞപ്പോൾ this is how he described it. ദൈവം ആ കൂടാരത്തെ ഇങ്ങനെയാണ് വിശേഷിപ്പിച്ചത്. Exodus 25 and verse 8. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. Let them construct a sanctuary for me so that I may dwell among them. ഞാൻ അവരുടെ നടുവിൽ വസിക്കുവാനായിട്ട് അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞത്. What is the purpose of building the church? ഇന്ന് പുതിയ നിയമകാലത്ത് ദൈവത്തിന്റെ സഭ പണിയപ്പെടേണ്ടത് അതിന്റെ ഉദ്ദേശം എന്താണ്? A house for God to come and dwell in. ദൈവത്തിന് വസിക്കുവാനായിട്ട് നമ്മുടെ ഇടയിൽ ഒരു ആലയമാണ് ദൈവസഭ. Do you know that that's what anybody who's building the church should be doing? ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ സഭയുടെ പണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരും ചെയ്യുന്ന പ്രവൃത്തി അതാണ്. ദൈവത്തിന് ഒരു തിരുനിവാസം ഉണ്ടാക്കുക. It's an awesome responsibility to be an elder in a church. ഒരു പ്രാദേശിക സഭയിലെ മൂപ്പനാകുക എന്ന് പറഞ്ഞാൽ എത്രയോ ഗൗരവമേറിയ, എത്രയോ ഭാരിച്ച ഒരു ഉത്തരവാദിത്തമാണ്. It's not just getting a whole lot of people to submit to me and preaching sermons to them every Sunday. എല്ലാ ഞായറാഴ്ചയും മുടങ്ങാതെ പ്രസംഗങ്ങൾ നടത്തുകയും സഭയിലുള്ള വിശ്വാസികളെല്ലാം മൂപ്പനായി എനിക്ക് കീഴ്പ്പെട്ടിരിക്കുകയും ചെയ്യുന്നതിൽ ഒതുങ്ങുന്ന കാര്യമല്ലത്. And getting the honor of going to elders meetings. ആ മൂപ്പന്മാരുടെ മീറ്റിംഗിന് പോകാൻ ക്ഷണം കിട്ടുന്നു, അതിന്റെ മാനം ഇതൊന്നുമല്ല സഭയുടെ പണി. This has got nothing to do with being an elder. സഭയുടെ ഒരു മൂപ്പനായിരിക്കുക എന്നുള്ളത് ഈ കാര്യങ്ങൾക്ക് വേണ്ടിയൊന്നുമല്ല. You have to build a house for Almighty God to come and live. സർവശക്തനായ ദൈവത്തിന് വന്ന് പാർക്കേണ്ടതിന്, വസിക്കേണ്ടതിന് ഒരു വിശുദ്ധ മന്ദിരമായിരിക്കണം ദൈവസഭ. That's what they said. They build a house for me, the Lord said, that I can live there among. ദൈവം മോശയോട് ഇസ്രായേലിന് വേണ്ടി സംസാരിച്ച കാര്യമാണ് ഇവിടെ വായിച്ചത്. ഞാൻ അവരുടെ നടുവിൽ വസിക്കുവാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. And then he told them, everything was a pattern of something that was going to be fulfilled more in the new covenant. പുതിയ നിയമത്തില് ദൈവത്തിന്റെ സമയത്ത് നിവൃത്തിയാകേണ്ട അനേക പുതിയ നിയമ സത്യങ്ങളുടെ നിഴലായിട്ടാണ് പഴയ നിയമകാലത്തെ ഈ കാര്യങ്ങളൊക്കെ നമ്മോട് സംസാരിക്കുന്നത്. Now I'm not talking about milk. This is meat now. ഞാനിപ്പോൾ സംസാരിക്കുന്ന കാര്യം ശിശുക്കൾക്കുള്ള ആഹാരമായ പാലിനെ കുറിച്ചല്ല, ഇത് കട്ടിയായ ആഹാരമാണ്. Now Hebrews chapter 9. എബ്രായലേഖനം 9-ാം അധ്യായത്തിലേക്ക് വരാം. He says, in that first covenant there was an earthly sanctuary, verse 1. 9-ാം അധ്യായത്തിന്റെ എബ്രായർ 9:1 നാം ഇങ്ങനെ വായിക്കുന്നു, ആ ആദ്യ നിയമത്തിന്റെ ആദ്യ ആരാധനയുടെ കാലത്ത് ഒരു കൂടാരം ഉണ്ടായിരുന്നു. And there was a tabernacle. ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടായിരുന്നു, ഒരു കൂടാരം ഉണ്ടായിരുന്നു. And in that tabernacle, there was a holy place where there was a lampstand and table of bread. ആ കൂടാരത്തിന് 2 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യ ഭാഗത്തിന് വിശുദ്ധ മന്ദിരമെന്ന് പേർ വിളിച്ചു. അവിടെ ഒരു നിലവിളക്കും മേശയും കാഴ്ചയപ്പവും ഉണ്ടായിരുന്നു. Second veil, verse 3, behind which was the Holy of Holies.
എന്നാൽ ഒരു തിരശ്ശീല കൊണ്ട് മറച്ചിരുന്ന മൂന്നാമത്തെ അല്ലെങ്കിൽ അതിവിശുദ്ധ സ്ഥലം എന്ന് പറയുന്ന ഒരിടമുണ്ടായിരുന്നു. So the whole tabernacle was a big open compound. സമാഗമന കൂടാരം എന്ന് പറയുമ്പോൾ ഒരു വലിയ കോമ്പൗണ്ട്, അതിര് കെട്ടി വേർതിരിച്ചിരിക്കുന്ന ഒരിടം. Inside the compound was this tent about 45 feet by 15 feet. അവിശാലമായിരിക്കുന്ന കോമ്പൗണ്ടിന്റെ ഉള്ളിലായിട്ട് ഏതാണ്ട് 45 അടി അല്ലെങ്കിൽ 15 അടി വീതിയൊക്കെ ഉള്ളതായിരിക്കുന്ന ഒരു കൂടാരം അതിന്റെ നടുവിലുണ്ടായിരുന്നു. Smaller than this hall. മിക്കവാറും നാം ഇരിക്കുന്ന ഈ ഹാളിനേക്കാളും വലിപ്പം കുറഞ്ഞതായിരിക്കുന്ന ഒരു കൂടാരമായിരുന്നു. About half its size. ഒരുപക്ഷെ ഇതിന്റെ പകുതി മാത്രമേ. And that was divided into two. അത്രയുമുള്ളതായിരിക്കുന്ന ഈ കൂടാരം രണ്ട് ഭാഗങ്ങളായി തിരിച്ചിരുന്നു. So the tabernacle had three parts. അങ്ങനെ ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ സമാഗമന കൂടാരത്തിന് പ്രാകാരം കൂടെ ഉൾപ്പെടെ മൂന്ന് ഭാഗങ്ങളുണ്ട്. Outer court, which everybody could see, it was open to the sun and everything. സൂര്യന്റെ വെളിച്ചം കടന്നു വന്നിരുന്ന എല്ലാവർക്കും ദൃശ്യമായിരുന്ന ആ ഒന്നാമത്തെ ബാഹ്യമായിരിക്കുന്ന ഇടം പ്രാകാരമായിരുന്നു. And this tabernacle, which was covered, these two sections, which nobody could see. ആർക്കും വെളിയിൽ നിന്ന് കാണുവാൻ കഴിയാത്ത മൂടപ്പെട്ടതായിരിക്കുന്ന ഒരു കൂടാരമായിരുന്നു യഥാർത്ഥത്തിൽ സമാഗമന കൂടാരം. അതിന് രണ്ട് ഭാഗങ്ങളുണ്ടായിരുന്നു. And between that first compartment called the holy place and the second called the most holy place was a thick curtain. വിശുദ്ധ സ്ഥലം എന്ന് പേർ വിളിച്ച ഒന്നാമത്തെ ഭാഗവും അതിന്റെ പുറകിലുള്ള അതിവിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ വേർതിരിച്ചിരുന്നത് ഒരു വലിയ തിരശ്ശീലയായിരുന്നു. And the high priest could go there only once a year. ഇസ്രായേലിന്റെ മഹാപുരോഹിതന് ആണ്ടിൽ ഒരു ദിവസം മാത്രം അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ അനുവാദമുണ്ടായിരുന്നു. Says that in verse 7 here. 7-ാം വാക്യത്തിലാണ് നാം അത് കാണുന്നത്. രണ്ടാമത്തേതിലോ ആണ്ടിൽ ഒരിക്കൽ മഹാപുരോഹിതൻ ചെല്ലും. വർഷത്തിൽ ഒരിക്കൽ മഹാപുരോഹിതന് മാത്രം ചെല്ലുവാൻ കഴിയുന്ന ഇടം. And because that veil was closed, ആ തിരശ്ശീല കൊണ്ട് അതിവിശുദ്ധ സ്ഥലം മൂടപ്പെട്ടിരുന്നതുകൊണ്ട് the Holy Spirit, verse 8, was signifying the way into the most holy place is not yet open. 8-ാം വാക്യത്തിൽ നാം കാണുന്നത് പോലെ ആ തിരശ്ശീല ഉള്ളിടത്തോളം കാലം മുൻപിലെ കൂടാരത്തെ മറച്ചിരിക്കുന്നത് കൊണ്ട് വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടിട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് സൂചിപ്പിക്കുന്നു. But when Jesus died, എന്നാൽ യേശു ക്രൂശിൽ മരിച്ചപ്പോൾ that veil was rent from the top to the bottom. ആ തിരശ്ശീല, ദൈവാലയത്തിന്റെ തിരശ്ശീല മുകൾ തൊട്ട് അടിയോളം കീറിപ്പോയി. And it was a message saying the old covenant is finished. തിരശ്ശീല ചിന്തിയപ്പോൾ ദൈവം മനുഷ്യവർഗത്തിന് നമുക്ക് നൽകിയ സന്ദേശം ആ പഴയ ഉടമ്പടി, പഴയ നിയമം നീക്കപ്പെട്ടിരിക്കുന്നുവെന്നാണ്. You can enter the most holy place. അതുവരെ സാധ്യമല്ലാതിരുന്ന ഒരു പുതിയ കാര്യം ദൈവം നമുക്ക് വേണ്ടി സാധ്യമാക്കുകയാണ്. ഏതൊരു ഇസ്രായേലിനും അകത്തേക്ക് കടന്നു ചെല്ലാൻ കഴിയുന്ന പോലെ നമുക്ക് അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടക്കാം. The most holy place was where God dwelt. അതിവിശുദ്ധ സ്ഥലത്തായിരുന്നു ദൈവത്തിന്റെ സാന്നിധ്യം വസിച്ചിരുന്നത്. On top of it there was a fire always from heaven burning there. കൂടാരത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് ദൈവികമായ സാന്നിധ്യം ഉണ്ടായിരുന്നതിന്റെ മുകളില് സ്വർഗത്തിൽ നിന്ന് എപ്പോഴും അഗ്നി ജ്വലിച്ചിരുന്നു. That was not a fire lit by men, it was a fire from God, the pillar of fire. മനുഷ്യൻ കത്തിച്ചിരുന്ന ഒരു പ്രകാശമായിരുന്നില്ല അത്. അതിവിശുദ്ധ സ്ഥലത്ത് ദൈവത്തിന്റെ വാസസ്ഥലത്തിന്റെ മുകളില് ഒരു അഗ്നിസ്തംഭം സദാ കത്തി നിന്നിരുന്നു. The most important thing in that tabernacle was that pillar of fire. സമാഗമന കൂടാരത്തിന് ഏറ്റവും പ്രാധാന്യമുള്ളതായിരിക്കുന്ന ഭാഗം ആ അഗ്നിസ്തംഭമായിരുന്നു. Now all this is a picture. ഇതെല്ലാം പുതിയ നിയമത്തിലെ അതിപ്രധാനമായ സത്യങ്ങളുടെ നിഴലുകൾ മാത്രമാണ്. In John chapter 1 verse 14. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം എന്താണ് കാണുന്നത്? The actual word, it says in the margin of my Bible. എന്റെ ബൈബിളിന്റെ മാർജിനില് 14-ാം വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന കൃത്യമായ വാക്കിതാണ്. The word became a tabernacle, and the word became flesh and was like a tabernacle in our midst. വചനം ജഡമായി തീർന്നു, നമ്മുടെ ഇടയിൽ പാർത്തു എന്നുള്ളതിന് പകരം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വചനം ജഡമായി തീർന്ന് നമ്മുടെ ഇടയിൽ വന്ന് കൂടാരം അടിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. So that tabernacle was a picture of Jesus Christ. അന്നത്തെ ആ കൂടാരം യേശുക്രിസ്തുവിന്റെ ചിത്രമാണ് എന്നാണ് കാണുന്നത്. Of the body of Christ. അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ
സാന്നിധ്യമുള്ള പുതിയ നിയമസഭയെയാണത് സൂചിപ്പിക്കുന്നത്. And because Jesus came as a man, he had body, soul and spirit. യേശു മനുഷ്യനായി ജഡമെടുത്ത് ഭൂമിയിൽ വന്നതുകൊണ്ട് യേശുവിന് ആത്മാവും ദേഹവും ഉണ്ടായിരുന്നു ഭൂമിയിൽ വെച്ച്. Just like the tabernacle had outer court, holy place, most holy place. ഇസ്രായേൽ മക്കൾക്ക് നൽകപ്പെട്ട ആ സമാഗമന കൂടാരത്തിന് പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം എന്ന 3 ഭാഗങ്ങൾ ഉണ്ടായിരുന്നതുപോലെ, and the fire was in the most holy place. എന്നാൽ ദൈവത്തിന്റെ അഗ്നി അതിപരിശുദ്ധ സ്ഥലത്തിന് മീതെയായിരുന്നു. There was a fire in the spirit of Jesus Christ every single day of those 33.5 years. 33 വർഷം ഭൂമിയിൽ നടന്ന യേശുവിന്റെ ആത്മാവില് അതിവിശുദ്ധ സ്ഥലത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി സദാ കത്തിക്കൊണ്ട്. When he went up to heaven, സ്വർഗത്തിലേക്ക് കർത്താവ് ആരോഹണം ചെയ്ത ശേഷം, he sent the Holy Spirit upon the earth. പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അവൻ പകരുകയായിരുന്നു. Those 120 people became like tabernacles. ആ 120 പേര് യേശുവിന്റെ ഉള്ളിൽ കത്തിയിരുന്ന അഗ്നി പ്രാപിച്ച ആ 120 പേര് ഭൂമിയിലുള്ള ദൈവത്തിന്റെ കൂടാരമായി തീരുകയായിരുന്നു. Just like that Old Testament tabernacle, there was a fire on top of all of their heads. പഴയ നിയമകാലത്ത് അതിവിശുദ്ധ സ്ഥലത്തിന്റെ മീതെ ദൈവത്തിന്റെ അഗ്നിസ്തംഭം ഉണ്ടായിരുന്നതുപോലെ മാളികമുറയിൽ കൂടിയിരുന്ന 120 പേരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ അഗ്നി അവരുടെ മേൽ നാം കത്തുന്നതായി കാണുന്നു. Have you understood the significance of this for yourself? നിങ്ങള് ഈ കാര്യങ്ങളുടെ ഗൗരവം, പ്രാധാന്യം വേണ്ടവണ്ണം ഗ്രഹിച്ചിട്ടുണ്ടോ? This was a new age. ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമാണ്. Where every one of us could become a tabernacle of God just like Jesus Christ. ഭൂമിയിലായിരുന്നപ്പോൾ യേശു ദൈവത്തിന്റെ നിവാസം കൂടാരമായിരുന്നതുപോലെ പുതിയ നിയമത്തിലെ ഓരോ ദൈവത്തിന്റെ പൈതലിനും ദൈവത്തിന്റെ വാസസ്ഥലം നിവാസമാകുവാൻ കഴിയും. In the Old Testament, they could not go to the most holy place, signifying God could not dwell inside man's spirit in the Old Testament. പഴയ നിയമ കാലഘട്ടത്തിൽ ഒരു ഇസ്രായേലിനും അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോകുവാൻ കഴിയാതെ ഇരുന്നതുപോലെ ആ കാലഘട്ടത്തില് ദൈവത്തിന് ഒരു മനുഷ്യന്റെയും ഉള്ളിൽ സദാ വസിക്കുക സാധ്യമായിരുന്നു. Once the veil was rent and it was open, God could come and dwell inside man's spirit. എന്നാൽ ആലയത്തിലെ കൂടാരത്തിലെ തിരശീല ചിന്തി അതിനുശേഷം ദൈവത്തിന് പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കുക സാധ്യമായി തീർന്നു. The first person was of course Jesus Christ. അങ്ങനെ ദൈവാത്മാവ് വന്ന് അധിവസിച്ച ഒന്നാമത്തെ മനുഷ്യവർഗത്തിൽ നടന്നത് യേശു തന്നെയായിരുന്നു. So he was a forerunner who showed us how God can live in a man and he can walk on this earth. എങ്ങനെ ഒരു മനുഷ്യൻ ആദാമ്യവർഗത്തിൽ പിറന്ന ഒരു മനുഷ്യനില് ദൈവത്തിന് എങ്ങനെ അധിവസിക്കുവാൻ കഴിയും എന്നുള്ളതിന് മാതൃക കാണിച്ച മുന്നോടിയായിരുന്നു ജഡമെടുത്തു വന്ന കർത്താവായ യേശു. How he can have a fire burning in his spirit every day of his life. ഭൂമിയിലെ ജീവിതത്തിന്റെ എല്ലാ നാളുകളിലും തന്റെ അന്തരംഗത്തില് സ്വർഗീയമായിരിക്കുന്ന അഗ്നി കത്തിക്കൊണ്ട് എങ്ങനെ ജീവിക്കുവാൻ കഴിയുമെന്നുള്ളതിന് യേശു മാതൃക കാണിച്ചു. You know, there were times, many times in Israel when the fire went away from that tabernacle. ഇസ്രായേലിന്റെ ചരിത്രത്തിലെ മരുഭൂമിയിലെ യാത്രയില് കൂടാരത്തിൽ നിന്നും ദൈവത്തിന്റെ മഹത്വം അഗ്നി മാറിപ്പോയ നിരവധി സന്ദർഭങ്ങളുണ്ടായി. They would say the glory has departed. ആ സന്ദർഭങ്ങളിലൊക്കെ അവരെ ദുഃഖിതരാക്കിയിരുന്നു. അവർ പറയുമായിരുന്നു, മഹത്വം, തേജസ് ഇസ്രായേലിനെ വിട്ടുപോയി. Israel has backslidden. ഇസ്രായേൽ പിന്മാറ്റാവസ്ഥയിലാണ്. When there is no fire in your spirit, you're a backslider. പ്രിയ സഹോദര സഹോദരി, ഈ സത്യം നീ ഇന്ന് രാത്രിയിൽ തിരിച്ചറിയണം. നിന്റെ ആത്മാവിൽ ദൈവത്തിന്റെ അഗ്നി, പരിശുദ്ധാത്മാവിന്റെ അഗ്നി കത്താതെ ഇരിക്കുമ്പോൾ നീ പിന്മാറ്റക്കാരനാണ്, പിന്മാറ്റക്കാരിയാണ്. You don't have to stop reading the Bible and commit adultery to be a backslider. ദൈവത്തിന്റെ വചനം വായിക്കുന്ന നിർത്തിയിട്ട് വ്യഭിചാരത്തിലേക്ക് നീ വീഴേണ്ട ആവശ്യമില്ല, നീ പിന്മാറ്റക്കാരനാകും. There are so many believers sitting in our churches with no fire in their spirit. They're all backsliders as far as God is concerned. നമ്മുടെ സഭകളിൽ നിരവധി വിശ്വാസികളുണ്ട്. അവരുടെ ഹൃദയത്തില്, അവരുടെ ആത്മാവില് ദൈവത്തിന്റെ ആത്മാവ് കത്തുന്നില്ല. അവർ പിന്മാറ്റത്തിലാണെന്നുള്ളത് അവർ തിരിച്ചറിയുന്നുമില്ല. They satisfy themselves with an external righteousness just like the Pharisees. പരീശന്മാരെ പോലെ ബാഹ്യമായിരിക്കുന്ന ഒരു നീതിയിൽ സംതൃപ്തരായിട്ട് ദൈവത്തിന്റെ അഗ്നി കെട്ടടങ്ങി അവർ സഭയിൽ തുടരുകയാണ്. There are elders who don't have a fire in their spirit.
അവരുടെ ആത്മാവില് ദൈവത്തിന്റെ അഗ്നി കത്താത്ത സഭാ മൂപ്പന്മാരുണ്ട്. There's no fire in their message. അവരുടെ സന്ദേശങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ തീയില്ല. They are backslidden. അവർ പിന്മാറ്റക്കാരാണെന്ന് ദൈവം പറയുന്നു. Their service for God is a ritual. ദൈവത്തിന് വേണ്ടി അവർ ചെയ്യുന്ന ദൈവിക ശുശ്രൂഷ ഒരു വെറും ചടങ്ങായിട്ട് അധപതിച്ചിരിക്കുന്നു. And I'll tell you the reason why. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളതിന്റെ കാരണവും ഞാൻ പറയാം. The word of God has not come and divided between soul and spirit. ദൈവത്തിന്റെ ജീവനുള്ള വചനം ഇരുവായ്ത്തലേക്കാൾ മൂർച്ചയുള്ള ദൈവത്തിന്റെ വചനം അവരുടെ ആത്മാവിനെയും പ്രാണനെയും തമ്മിൽ വിഭജിച്ചിട്ടില്ല. They have read that verse in Hebrews 4 so many times, but they have never bothered to ask God, what does that mean in my life? എബ്രായലേഖനം 4-ാം അധ്യായത്തിലെ ഈ വചനം അനേക തവണ അവർ വായിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അതിനെക്കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ടാവും. എന്നാൽ ഈ വചനം എന്താണ് എന്നുള്ളത് അവരുടെ ജീവിതത്തിൽ അവർ ഗൗരവമായി ചിന്തിച്ചിട്ടില്ല, ചോദിച്ചിട്ടില്ല. What did, there was that one outer court and two hidden places in the Old Testament, tabernacle. പഴയ നിയമകാലത്തെ സമാഗമന കൂടാരത്തില് എല്ലാവർക്കും ദൃശ്യമായിരുന്ന പ്രാകാരവും മൂടപ്പെട്ടിരുന്ന രണ്ട് അറകളുള്ളതായിരിക്കുന്ന കൂടാരവും ഉണ്ടായിരുന്നത് പോലെ We also have a body which everybody can see. എല്ലാവർക്കും ദൃശ്യമായിരിക്കുന്ന ഒരു ശരീരം നമുക്ക് എല്ലാവർക്കും പുറമേ. But inside the body there are two parts nobody can see. നമ്മുടെ ഈ ശരീരത്തിന്റെ ഉള്ളിൽ രണ്ട് ഘടകങ്ങളുണ്ട്, മറ്റാർക്കും കാണാൻ കഴിയാത്ത. That's called soul and spirit. ഈ രണ്ട് ഘടകങ്ങളാണ് വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലത്തിനും തുല്യമായിരിക്കുന്ന നമ്മുടെ പ്രാണനും നമ്മുടെ ആത്മാവും. Read in 1 Thessalonians 5 verse 23. 1 തെസ്സലോനിക്കർ 5:23 വായിക്കുമ്പോൾ നാം എന്താണ് കാണുന്നത്? Paul says, പൗലോസ് അവിടെ ഇങ്ങനെയാണ് ആശംസിക്കുന്നത്. I pray the God of peace will sanctify you completely, that your spirit and soul and body will all be preserved blameless the coming of our Lord Jesus Christ. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹിയും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടുവാൻ തക്കവണ്ണം കാക്കപ്പെടുമാറാകട്ടെ. Here is the clearest verse in the whole Bible that tells us we are spirit, soul and body. മനുഷ്യരായ നാം എല്ലാവരും തന്നെ ആത്മാവും പ്രാണനും ദേഹവും ഉൾക്കൊള്ളുന്ന വ്യക്തികളാണെന്ന് വ്യക്തതയോടെ പറയുന്ന ദൈവവചനമാണ്. In an unbeliever, that spirit is dead. ഒരു അവിശ്വാസിയെ സമയത്തോളം, വീണ്ടും ജനിക്കാത്ത വ്യക്തിയെ സമയത്തോളം ആത്മാവെന്ന് പറഞ്ഞ ഒന്നാമത്തെ ആ ഘടകം When we are born again, that spirit is made alive. നമ്മുടെ വീണ്ടും ജനനത്തിൽ നടക്കുന്നത് എന്താണ്? അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചിരുന്ന ആ ആത്മാവ് ക്രിസ്തുവിനാൽ ജീവിപ്പിക്കപ്പെടുകയാണ്. When we are filled with the Holy Spirit, that spirit is on fire. നാം പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുമ്പോൾ കർത്താവിന്റെ കൃപയാൽ ജീവിപ്പിക്കപ്പെട്ട നമ്മുടെ ആത്മാവ് ദൈവത്തിന്റെ അഗ്നിയാൽ കത്തുവാൻ തുടങ്ങിയ. See what it says in Romans chapter 12. റോമാലേഖനം 12-ാം അധ്യായത്തില് ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് നോക്കാം. Verse 11. റോമർ 12:11 വാക്യം. Not lagging behind in diligence, and the real meaning of that is on fire in your spirit, serving the Lord. 11-ാം വാക്യം, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി, ആത്മാവിൽ തീയുള്ളവരായി, കത്തുന്നവരായി കർത്താവിനെ സേവിപ്പിക്കും. On fire in your spirit, serving the Lord. That's the only way to serve the Lord. കർത്താവിനെ എവണ്ണമാണ് നാം സേവിക്കേണ്ടത്? നിങ്ങളുടെ ആത്മാവിൽ സ്വർഗത്തിന്റെ തീയുള്ളവരായിട്ട് വേണം. That is the Shekinah glory that rested on that tabernacle, must be in my spirit today. ഇസ്രായേൽ മക്കളുടെ നടുവിലെ കൂടാരത്തിന്റെ മുകളിൽ കത്തിയിരുന്ന ദൈവത്തിന്റെ ഷെക്കനായുടെ മഹത്വം നമ്മുടെ ആത്മാവിൽ നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം. അതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം. And what is he talking about? എന്തിനെക്കുറിച്ചാണ് പൗലോസ് ഇവിടെ പറയുന്നത്? He's talking about building the body of Christ in verse 5. 5-ാം വാക്യം മുതൽ നാം വായിക്കുമ്പോൾ അറിയാം, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ പണിയപ്പെടുന്നതിനെ കുറിച്ച് പറയുക. Exercising the gifts of the Spirit, verse 6, 7, 8. 6, 7, 8 വാക്യങ്ങളിൽ ആത്മാവിന്റെ വരങ്ങള് ഓരോ ശരീരാവയവങ്ങളും ഇതുവണ്ണം ഉപയോഗിക്കണം എന്ന് പറയുക. You've got to be പറയുക. on fire in the Spirit if you want to serve the Lord. ദൈവികമായിരിക്കുന്ന ഈ പ്രവൃത്തിയിൽ നാം ഫലപ്രദമായി പങ്കാളികളാകണമെന്ന് നമ്മുടെ ആത്മാവിൽ ദൈവത്തിന്റെ സ്വർഗത്തിന്റെ തീയുള്ളവരായിരിക്കണം. Now we go to the rending of the veil. തിരശീല ചിന്തുന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. So you see, the holy place is a picture of the soul, and the most holy place is a picture of the Spirit. ഞാൻ പറഞ്ഞല്ലോ,
സമാഗമന കൂടാരത്തിന്റെ വിശുദ്ധ സ്ഥലത്തിന് തുല്യമാണ് നമ്മുടെ പ്രാണൻ. അതിവിശുദ്ധ സ്ഥലത്തിന് പകരമാണ് നമ്മുടെ ആത്മാവ്. Between the two is this thing called the veil. നമ്മുടെ പ്രാണനും ആത്മാവിന്റെയും ഇടയില് ഒരു വലിയ തിരശ്ശീലയുടെ കർട്ടനുണ്ട്. The word of God has to pierce this veil, dividing soul and spirit. മൂർച്ചയുള്ള വാളായ ദൈവത്തിന്റെ വചനം ചെയ്യേണ്ട പ്രവൃത്തിയാണ് നമ്മുടെ പ്രാണനെയും ആത്മാവിനെയും വിഭജിക്കുക, കീറി മുറിക്കുക എന്നുള്ളത്. Something happened in Jesus in his life. ഈ ലോകത്തിലെ ജീവിതകാലത്ത് യേശുവിന്റെ ജീവിതത്തിൽ നിരന്തരമായി ഒരു കാര്യം നടന്നുകൊണ്ടിരുന്നു. He also had body, soul and spirit. ഭൂമിയിൽ ജഡമെടുത്ത സമയത്ത് നമ്മുടെ കർത്താവിനും ഒരു ശരീരമുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരു ആത്മാവും ദേഹിയും ഉണ്ടായിരുന്നു. What was this veil in Jesus' life? യേശുവിന്റെ ജീവിതത്തില് തന്റെ ആത്മാവിനെയും തന്റെ ദേഹിയെയും വേർതിരിച്ചിരുന്ന തിരശ്ശീല എന്തായിരുന്നു? Let's turn to Hebrews chapter 10. എബ്രായലേഖനം 10-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. Like I told you, it's almost like getting a new Bible when we read these things. ഈ കാര്യങ്ങൾ നാം വായിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ നമുക്കൊരു പുതിയ ബൈബിൾ ലഭിക്കുന്നതിന് തുല്യമാണ്. I pray the Holy Spirit will open your eyes to see these wonderful things. ഇന്ന് രാത്രിയിൽ അത്ഭുതകരമായിരിക്കുന്ന ഈ ദൈവിക സത്യങ്ങളെ അകക്കണ്ണുകൊണ്ട് കാണുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. I hope you young people will be gripped by these wonderful truths. ചെറുപ്പക്കാരായ സഹോദരങ്ങളെ, ഈ അത്ഭുതകരമായ സത്യങ്ങളാൽ നിങ്ങളുടെ ഹൃദയങ്ങൾ പിടിക്കപ്പെടേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. You are privileged to learn when you are 20 years old what your fathers are learning when they are 40 and 50. ഒരുപക്ഷെ നിങ്ങളുടെ പിതാക്കന്മാർ 40-50 വയസ്സുള്ളപ്പോൾ മനസ്സിലാക്കിയ സത്യങ്ങള് 20 വയസ്സിൽ താഴെ പ്രായമുള്ളപ്പോൾ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചു എന്ന് നിങ്ങൾ അറിയണം. How blessed you brothers and sisters are, young people. ചെറുപ്പക്കാരായിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ എത്ര അനുഗ്രഹീതരാണ്. Okay, now what is this veil? എന്താണ് ഈ തിരശ്ശീല? Now, verse 19 of Hebrews 10, we have confidence to enter into this most holy place by the blood of Jesus. എബ്രായലേഖനം 10:19 നാം വായിക്കുന്നത്, യേശു തന്റെ ദേഹമാകുന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് വേണ്ടി ഉദ്ഘാടനം ചെയ്ത ജീവനുള്ള ഒരു പുതിയ വഴിയായി. And this is through a new and living way which he has inaugurated for us through the veil, and that veil is a symbol of his flesh. ഇവിടെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, യേശു ഒരു തിരശ്ശീലയിൽ കൂടെയാണ് തന്റെ രക്തം കൊണ്ട് വിശുദ്ധ മന്ദിരത്തിലേക്ക് ഒരു വഴി നമുക്ക് തുറന്നു തന്നത്. ആ തിരശ്ശീല എന്തായിരുന്നുവെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദേഹം എന്നാണ്. His flesh. തന്റെ ജഡം എന്നാണ് ശരിക്കു പറഞ്ഞാൽ പറയേണ്ടത്. Do you see why it's so important to understand that Jesus came in the flesh? യേശു ജഡത്തിൽ വന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടത് എത്ര പ്രധാനപ്പെട്ട കാര്യമാണ്. You see why it's so important to confess that Jesus came in the flesh. യേശു ഒരു ജഡത്തിലാണ് ഭൂമിയിൽ വന്നത്, തനിക്ക് ജഡം ഫ്ലഷ് ഉണ്ടായിരുന്നു എന്നുള്ളത് എത്ര പ്രധാനപ്പെട്ട കാര്യമാണെന്നറിയാമോ? When I'm talking to people who are demon possessed, ഭൂതബാധിതരായ വ്യക്തികളോട് ഞാൻ സംസാരിക്കുമ്പോൾ, when they are delivered, I ask them to confess 3 things. അവര് വിടുവിക്കപ്പെടുന്ന സമയത്ത് അവരോട് 3 കാര്യങ്ങൾ ഏറ്റുപറയാൻ ഞാൻ പറയാറുണ്ട്. You must confess that Jesus Christ is my Lord. I mean the person after the demon is gone. ആ വ്യക്തി ഭൂതബാധയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം ഞാൻ അവരോട് പറയാറുണ്ട്, യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് നീ ഏറ്റുപറയണം. Jesus Christ is my Lord. യേശു എന്റെ കർത്താവാണ് എന്ന് നീ ഏറ്റുപറയണം. Jesus Christ came in the flesh. യേശു ജഡത്തിൽ വന്നു എന്നും ഏറ്റുപറയണം. And Jesus Christ defeated Satan on the cross. യേശു ഇതേ കർത്താവ് പിശാചിനെ കാൽവരി ക്രൂശിൽ തോൽപ്പിച്ചു എന്നും ഏറ്റുപറയണം. I have found if the demon is still there, one of these things they will not confess. പിശാച് ആ വ്യക്തിയെ വിട്ടുപോയിട്ടില്ലെങ്കിൽ ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട് ഈ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നോ ഇത് മുഴുവനുമോ ഏറ്റുപറയുവാൻ അവർ വിമുഖത കാണിക്കും. But if they can confess these 3 things from their spirit, you can be absolutely sure there's no demon there. അവരുടെ ആത്മാവിൽ നിന്നും ഞാൻ ഇപ്പോൾ പറഞ്ഞ 3 ഏറ്റുപറച്ചിലുകൾ അവർക്ക് നടത്തുവാൻ കഴിയുന്ന വരിയില് അവര് പിശാച് ബാധയിൽ നിന്നും പരിപൂർണമായി വിടുവിക്കപ്പെട്ടു എന്ന് നമുക്ക് ഉറപ്പാക്കാം. It's very important to confess Jesus Christ is my Lord and Jesus Christ came in the flesh. യേശു എന്റെ കർത്താവാണെന്നും അവൻ ഒരു ജഡത്തിൽ ഭൂമിയിൽ വന്നു എന്നും ഏറ്റു പറയുന്നത് പരമപ്രധാനമായ കാര്യമാണ്. This flesh, when the Bible talks about this flesh, ജഡത്തെക്കുറിച്ച് ദൈവവചനം എപ്പോഴൊക്കെ പറയുമ്പോഴും it's not talking about this meat.
not this body. നമ്മുടെ ദേഹമെന്ന് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന ആ പദം കൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ മാംസമല്ല ഉദ്ദേശിക്കുന്നത്. It is the fact that Jesus had a thing called my will. യേശുവിന്റെ ജഡമെന്ന് പറഞ്ഞാൽ എന്താണ്? തനിക്ക് എന്റെ ഇഷ്ടം എന്ന് പറഞ്ഞ ഒന്നുണ്ടായിരുന്നു യേശുവിന്. And when he was in heaven, താൻ സ്വർഗത്തിൽ പിതാവിനോടൊപ്പമായിരുന്നപ്പോൾ also he had a will. അപ്പോഴും തൃത്വത്തിലെ രണ്ടാമനായ പുത്രൻ തമ്പുരാന് ഒരു ഇഷ്ടമുണ്ടായിരുന്നു. But when he came to earth, he came in the flesh. എന്നാൽ ഭൂമിയിൽ വന്നപ്പോൾ തൃത്വത്തിലെ രണ്ടാമന് ഒരു ജഡം ഉണ്ടായിരുന്നു. And he says in John 6:38, യോഹന്നാൻ 6:38 ഭൂമിയിലായിരുന്നപ്പോൾ യേശു പറഞ്ഞ വചനം വായിക്കുന്നു. John 6:38 is a one-line autobiography of Jesus' entire 33 and a half years. യോഹന്നാൻ 6:28 എന്ന് 6:38 വചനം നിങ്ങൾ വായിച്ചാല് യേശുവിന്റെ ഭൂമിയിലെ 33.5 വർഷത്തെ ജീവിതത്തിന്റെ ഒറ്റ വാചകത്തിലുള്ള ജീവചരിത്രമാണ്. What did I do in 33 and a half years on earth? ഭൂമിയിലെ 33.5 വർഷക്കാലം കൊണ്ട് ഞാൻ എന്താണ് ചെയ്തതെന്ന് യേശു തന്റെ ആത്മകഥ ഒറ്റ വാചകത്തിൽ പറയുകയാണ്. I never did my own will, but I did the will of my Father who sent me. യേശു തന്നെ സാക്ഷ്യം പറയുകയാണ്, ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ച പിതാവിന്റെ ഇഷ്ടം അത്രേ ചെയ്യുവാൻ വന്നിരിക്കുന്നത്. He says, I came from heaven. ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നവനാണ്. And on this earth, എന്നാൽ ഈ I ഭൂമിയിലായിരുന്നപ്പോൾ never did my own will. ഒരിക്കൽ പോലും ഞാൻ എന്റെ സ്വന്തം ഇഷ്ടം ചെയ്തില്ല. This thing called my will is the flesh. എന്റെ ഇഷ്ടം എന്ന് അവിടെ സൂചിപ്പിക്കുന്ന കാര്യമാണ് ജഡം എന്ന് പറയുന്നത്. A will that was contrary to the will of the Father. പിതാവിന്റെ ഇഷ്ടത്തിൽ നിന്ന് എതിരായിരുന്ന ഒരു സ്വന്തം ഇഷ്ടം. That is the flesh. അതാണ് ജഡം, ഫ്ലഷ് എന്ന് നാം മനസ്സിലാക്കണം. When Jesus was in heaven, യേശു സ്വർഗത്തിലായിരുന്നപ്പോൾ he could say, അവന് പറയുവാൻ കഴിയുമായിരുന്നു, I do my own will because it is the same as the will of my Father. അവിടെ വെച്ച് യേശുവിന് തൃത്വത്തിലെ രണ്ടാമന് ഒരു സ്വന്തം ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷെ ആ ഇഷ്ടം ചെയ്യുന്നുവെന്ന് പറയുവാൻ അവന് മടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം പിതാവിന്റെ ഇഷ്ടവും തന്റെ ഇഷ്ടവും എപ്പോഴും ഒന്ന് തന്നെയായിരുന്നു. The Trinity is three persons but one God. തൃത്വമെന്ന് പറയുന്നത് മൂന്നാളത്വങ്ങളാണ്, എന്നാൽ ഏക ദൈവമാണ്, ഒറ്റ ദൈവമേ ഉള്ളൂ, ഒരു ഇഷ്ടമേ ഉള്ളൂ. Three persons with three wills, but the will is the same. മൂന്ന് ഇച്ഛകളുള്ള മൂന്ന് ആളത്വങ്ങൾ, പക്ഷേ മൂന്ന് പേരുടെയും ഇച്ഛകൾ ഒന്ന് തന്നെയാണ്. They are one. അവര് ഒന്നാണ്. Jesus could say, I do my own will because it's the same as my Father's will. തൃത്വത്തില് നിങ്ങളുടെ ഭാവനയെ കാണുക, രണ്ടാമന് പറയാമായിരുന്നു, ഞാൻ എന്റെ ഇഷ്ടം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഞാനും പിതാവും ഒന്നാണ്. As soon as he came to this earth, എന്നാൽ താൻ ഈ ഭൂമിയിലേക്ക് ജഡത്തിൽ വന്നപ്പോൾ he had to say, I don't do my will now, but I do the will of my Father. വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിക്കണമേ. അതുവരെ എന്റെ ഇഷ്ടം ചെയ്യുന്നു എന്ന് പറയുവാൻ യാതൊരു മടിയുമില്ലാതിരുന്ന പുത്രൻ ഭൂമിയിൽ വന്നപ്പോൾ മുതൽ പറയാൻ തുടങ്ങി, ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ച പിതാവിന്റെ ഇഷ്ടം അത്രേ ചെയ്യുവാൻ വന്നത്. This is a great mystery. ഇതൊരു വലിയ മർമ്മമാണ്, ഒരു വലിയ ദൈവിക രഹസ്യമാണ്. The New Testament speaks only about two great mysteries. പല ദൈവിക മർമ്മങ്ങളെക്കുറിച്ചും തിരുവചനം പറയുന്നെങ്കിലും പുതിയ നിയമം നമ്മോട് പറയുന്ന രണ്ട് വലിയ മർമ്മങ്ങളുണ്ട്. Turn to 1 Timothy 3:16. 1 തിമോത്തിയോസ് 3-ാം 16 വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുമോ? By common confession, the mystery of godliness is great. ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാകും വണ്ണം വലിയതാകുന്നു എന്നവിടെ നാം കാണുന്നു. Great mystery. അത് വലിയ മർമ്മം എന്നാണ്. What is this great mystery of godliness? ദൈവഭക്തിയുടെ ഈ വലിയ മർമ്മം എന്താണ്? Jesus came in the flesh. 16-ാം വാക്യത്തിന്റെ തുടക്കത്തിൽ നാം അതല്ലേ കാണുന്നത്, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. Do you see why the devil has opposed this doctrine for so many years when we preach it?
ഈ സത്യം, ഈ ദൈവവചന സത്യം നാം പ്രസംഗിച്ച കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പിശാചും അവന്റെ കൂട്ടാളികളും നമ്മെ എതിർത്തതിന്റെ രഹസ്യം മനസ്സിലായോ? Do you see why Christians who haven't seen this mystery think it's a heresy? ഈ ദൈവിക മർമ്മം ഗ്രഹിപ്പാൻ കഴിയാതെ ഇരുന്ന ക്രിസ്തീയ വിശ്വാസികളും നേതാക്കന്മാരും ഇത് ദുരുപദേശമാണെന്ന് പറയുന്നതിന്റെ കാര്യം മനസ്സിലായോ? Do you see that the people who oppose it do not live a godly life? ഈ ഉപദേശത്തെ എതിർക്കുന്നവർ ദൈവഭക്തിയുള്ളതായിരിക്കുന്ന ഒരു ജീവിതം നയിക്കുവാൻ കഴിയാത്തവരാണ് എന്ന് നിങ്ങൾ കാണുന്നുണ്ടോ? Those who have understood this mystery only in their head also don't live a godly life. എന്നാൽ ഇത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറയണം. ഈ സത്യം, ഈ മർമ്മം ബുദ്ധിയിൽ മാത്രം മനസ്സിലാക്കിയിട്ടുള്ള നമ്മളിൽ പലരും ദൈവഭക്തിയുള്ള ജീവിതം നയിക്കാൻ കഴിയാത്തവരാണ്. Those who have allowed the word of God to divide between soul and spirit, they come into a godly life. എന്നാൽ ദൈവത്തിന്റെ മൂർച്ചയുള്ള വചനം അവരുടെ പ്രാണനെയും ആത്മാവിനെയും വിഭജിക്കുവാൻ ആരൊക്കെ അനുവദിക്കുന്നുണ്ടോ അവര് അവരുടെ ആത്മാവില് ഈ വെളിപ്പാട് ലഭിച്ചവരാണ്. It's a great mystery of godliness. He was revealed in the flesh, but his spirit was pure. ജഡത്തിൽ വെളിപ്പെട്ടവനാണെങ്കിലും ആത്മാവില് നിർമ്മലനെന്ന് സാക്ഷ്യം പ്രാപിച്ചവനായിരുന്നു യേശു എന്നുള്ള ദൈവിക വലിയ മർമ്മം അവരുടെ ഉള്ളിൽ വെളിപ്പെട്ടിരിക്കുകയാണ്. Since the time of Adam, nobody with the flesh had a pure spirit. ആദാമിന്റെ കാലം മുതൽ യേശുവിന്റെ നാൾ വരെ ആത്മാവില് പരിപൂർണമായ നിർമ്മലതയോടെ ജഡത്തിൽ ഒരു മനുഷ്യനും ഭൂമിയിൽ ജീവിച്ചിരുന്നു. But here for the first time was one who came in the flesh and was righteous in his spirit, it says here. എന്നാൽ ഇതാ മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായി ജഡമെടുത്ത് ഭൂമിയിൽ വന്ന ഒരുവൻ ആത്മാവിൽ സമ്പൂർണമായി വിശുദ്ധീകരിക്കപ്പെട്ടവനായി നിർമ്മലനായി. That righteousness was not just before men, even the angels could see it. അവന്റെ ആത്മാവിലുള്ള നീതി, വിശുദ്ധി എന്ന് പറയുന്നത് പുറമേയുള്ള ഒരു കാര്യമായിരുന്നില്ല. ദൂതന്മാർ പോലും അതിന് സാക്ഷ്യം പറയുന്നുവെന്നാണ് നാം വായിച്ചത്. So what does this rending of the veil mean? തിരശീല ചിന്തപ്പെട്ടു എന്ന് പറയുമ്പോൾ എന്താണ് നാം മനസ്സിലാക്കുന്നത്? We are told Hebrews 10:20 this veil is a picture of Jesus' flesh. എബ്രായർ 10:20 നാം കാണുന്നുണ്ട് അത് യേശുവിന്റെ ജഡത്തിന്റെ ഒരു ചിത്രമാണ്. What was the flesh? My will. യേശുവിനുണ്ടായിരുന്ന ജഡം എന്താണ് നമ്മോട് പറയുന്നത്? തനിക്ക് സ്വന്തമായ ഒരു ഇഷ്ടമുണ്ടായിരുന്നു. That had to be torn down. ആ സ്വന്തം ഇഷ്ടത്തെ കീറി അതിനെ ചിന്തിക്കളയേണ്ടത് ആവശ്യമായിരുന്നു. How did Eve sin? ഹവ്വ എങ്ങനെയാണ് പാപം ചെയ്തത്? God's will is don't eat of that tree. Eve's will is I will eat of that tree. ദൈവത്തിന്റെ ഇഷ്ടം അവളെ സംബന്ധിച്ചിടത്തോളം ആ വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്നായിരുന്നു. എന്നാൽ ഹവ്വയുടെ ഇഷ്ടം അത് തിന്നണമെന്നായിരുന്നു. ആ ഇഷ്ടം ജയിച്ചു. That's how sin came. അങ്ങനെയാണ് പാപം മനുഷ്യൻ. I will do my will. ഞാൻ എന്റെ ഇഷ്ടം, എനിക്ക് താല്പര്യമുള്ളത് ചെയ്യും. Adam also knew it. ആദമിനും അതറിയാമായിരുന്നു. He said, I'll also do my will. ആദമും തന്റെ ഇഷ്ടം നിവർത്തിച്ചു. Long before Adam and Eve, ആദമിനും ഹവ്വയ്ക്കും വളരെ നാൾ മുൻപേ there was another head of the angels. ദൂതന്മാരുടെ തലവനായിരുന്ന ഒരു ലൂസിഫർ ഉണ്ടായിരുന്നു. His name is not mentioned in scripture, but we call him Lucifer. അവന്റെ പേര് തിരുവചനത്തിൽ പറഞ്ഞിട്ടില്ലെന്ന് വരികിലും അവനെ ലൂസിഫർ എന്നാണ് നാം അറിയുന്നത്. Isaiah 14 verse 12. യെശയ്യാവിന്റെ പ്രവചനം 14 അധ്യായത്തിന്റെ 12 വാക്യം. He's only called here in Isaiah 14:12 the star of the morning. യെശയ്യാ 14:12 അവനെക്കുറിച്ച് നാം കാണുന്നത് അവൻ അരുണോദയ പുത്രൻ എന്ന് മാത്രമാണ്. പ്രഭാത നക്ഷത്രം എന്നാണ്. Morning star. അവനെ പ്രഭാത നക്ഷത്രം എന്നാണ് വിളിക്കുന്നത്. And which in the Latin is Lucifer, so that name got Lucifer. ലത്തീൻ ഭാഷയില് പ്രഭാത നക്ഷത്രം എന്നുള്ളതിനുള്ള പേര് ലൂസിഫർ എന്നാണ്. അതുകൊണ്ടാണ് അവൻ ആ പേര് നാം വിളിക്കുന്നത്. His name is not mentioned. യഥാർത്ഥത്തിൽ ദൈവവചനത്തിൽ ഒരിടത്തും അവനെ ലൂസിഫർ എന്നുള്ള പേര് വിളിക്കുന്നില്ല. We'll call him Lucifer. നാം അവനെ ലൂസിഫർ എന്ന് നമുക്ക് വിളിക്കാം. How did he become the devil? അവൻ എങ്ങനെയാണ് പിശാച് സാത്താനായി തീർന്നത്? I want you to see in verse 13 and 14. യെശയ്യാ 14:13-14 വാക്യങ്ങളിൽ അതിന്റെ കാരണം നമുക്ക് കാണാം. He said in his heart, അവൻ തന്റെ ഹൃദയത്തിൽ ഇങ്ങനെ പറഞ്ഞു, I will, I will, I will, I will, I will. ഞാൻ കയറും, ഞാൻ എന്റെ സിംഹാസനം വെക്കും, ഞാൻ ഇരുന്നരുളും, ഞാൻ മേഘോന്നതങ്ങൾക്കുമിതെ കയറും, ഞാൻ സമനാകും,
ഇത് അവന്റെ ഉള്ളിൽ പറഞ്ഞു. In the English it is so clear. I will 5 times. ഇംഗ്ലീഷിൽ 5 പ്രാവശ്യം, മലയാളത്തില് അത്ര വ്യക്തമായിട്ട് പറയുന്നില്ല. പക്ഷേ ഞാൻ ചെയ്യുമെന്ന് തന്നെയാണ് മലയാളത്തിൽ. My will, not God's will. ദൈവത്തിന്റെ ഇഷ്ടമല്ല, മറിച്ച് എന്റെ ഇഷ്ടം ഞാൻ ചെയ്യും. അതാണ് ലൂസിഫറും പറഞ്ഞത്. Sin did not come into the universe through adultery or murder or love of money or any of these things. ഈ ലോകത്തിൽ പാപം വന്ന്, പ്രപഞ്ചത്തിൽ പാപം വന്നത് വ്യഭിചാരത്തിലൂടെയോ മറ്റേതെങ്കിലും പാപത്തിലൂടെയോ അല്ല. It came when a created being said, I will do my will, not God's will. ദൈവ സൃഷ്ടിയായിരിക്കുന്ന ഒരു ദൂതൻ തന്റെ സ്വന്തം ഇഷ്ടം നിവർത്തിക്കും എന്ന് തീരുമാനിച്ചതിലൂടെയാണ് പാപം പ്രപഞ്ചത്തിൽ Till then, വന്നത്. this universe was a perfect universe. ലൂസിഫറിന്റെ ഹൃദയത്തില് ഈ ചിന്തയുണ്ടാകുകയും അത് പാപമായി തീരുകയും ചെയ്യുന്നതുവരെ ഈ പ്രപഞ്ചം പരിപൂർണമായിരിക്കുന്ന ദൈവ സൃഷ്ടിയായി. When he put this poison into Adam and Eve, they also said, I will do my will, not God's will. സ്വന്തം ഇഷ്ടം എന്ന് പറയുന്നതായിരിക്കുന്ന ഈ വിഷം സാത്താൻ ആദമിന്റെ ഹവ്വയുടെയും ജീവിതത്തിലേക്ക് കുത്തിവെച്ച് കഴിഞ്ഞപ്പോൾ ആദാമ്യ വർഗത്തിലേക്കും ഈ പാപം വന്ന് കയറി. For 4,000 years man lived like that. ഏതാണ്ട് 4000 വർഷം മനുഷ്യൻ ആ അവസ്ഥയിൽ തുടർന്നു. Until God sent his son in the form of man. മനുഷ്യന്റെ രൂപത്തില് കാലസമ്പൂർണതയിൽ ദൈവം തന്റെ പുത്രനെ അയക്കുന്നത് വരെ മനുഷ്യന്റെ അവസ്ഥ അതായിരുന്നു. He had to take this thing called my flesh, otherwise there would have been no salvation for us. എന്റെ ജഡം ദൈവപുത്രൻ എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ആ ജഡത്തിൽ വന്ന് അവൻ എനിക്ക് വേണ്ടി മരിച്ചില്ലായിരുന്നെങ്കിൽ എന്റെ രക്ഷ സാധ്യമാകുമായിരുന്നു. In that flesh he kept on saying the opposite of Lucifer, not my will, not my will, not my will, thousands of times in 33.5 years. 33 വർഷക്കാലത്തിനിടയില് എന്റെ ജഡത്തിൽ വന്ന് ഭൂമിയില് ജീവിച്ച കർത്താവായ യേശുവിന് 1000 തവണ ആവർത്തിച്ച് പറയേണ്ടി വന്നു. എങ്കിലും എന്റെ ഇഷ്ടമല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിനായി അവനെ ഏൽപ്പിച്ചു. When it says he was tempted in all points as we are, it means he was tempted to do his own will in every single area. അവൻ നമുക്ക് തുല്യനായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ടുവെന്ന് തിരുവചനം പറയുമ്പോൾ നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും തന്റെ സ്വന്തം ഇഷ്ടം ചെയ്യുവാൻ അവൻ പരീക്ഷിക്കപ്പെട്ടു എന്നാണ്. Every time he said, not my will. എന്നാൽ എല്ലാ സന്ദർഭങ്ങളിലും ഒട്ടൊഴിയാതെ എന്റെ ഇഷ്ടമല്ല എന്ന് യേശു പറഞ്ഞു. It was not easy for him as a perfect boy to submit to imperfect Joseph and Mary for 30 years. അപൂർണരായിരിക്കുന്ന അവന്റെ മാതാപിതാക്കന്മാര് ജോസഫിനും മേരിക്കും എല്ലാ വിഷയത്തിലും പരിപൂർണമായി കീഴടങ്ങിയിരിക്കുവാൻ ബാലനായ യേശുവിന് എളുപ്പമായിരുന്നില്ല. You think your children find it easy to obey you? കൗമാരപ്രായത്തിലുള്ള കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കന്മാരെ, നിങ്ങളുടെ ആ മക്കൾക്ക് നിങ്ങളെ അനുസരിക്കുന്നത് എളുപ്പമുള്ള കാര്യമാണ്. They are imperfect. കാരണം അവർ അപൂർണരാണ്. Imagine a perfect person having to submit to imperfect Joseph. എന്നാൽ യേശുവിനെ പോലെ തികഞ്ഞവനായ പൂർണ്ണനായിരിക്കുന്ന ഒരു വ്യക്തി അപൂർണരായ മാതാപിതാക്കന്മാർക്ക് എല്ലാറ്റിലും കീഴടങ്ങിയിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം. You think if you work in an office and you know 100 times more than your boss and he's always saying stupid things and you have to submit to him. നിങ്ങൾ ജോലി ചെയ്യുന്ന ഓഫീസിൽ നിങ്ങളുടെ മേലധികാരിയെക്കാളും 100 മടങ്ങ് ഒരു പ്രത്യേക വിഷയത്തിൽ പരിജ്ഞാനമുള്ള നിങ്ങളെ അവൻ പറയുന്ന മണ്ടത്തരം കാര്യങ്ങളെല്ലാം കേട്ട് അവന് കീഴ്പ്പെട്ടിരിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? And you live there in that office for 30 years and never rebel once. 30 വർഷം ആ ഓഫീസില് ആ മേലധികാരിയുടെ കീഴിൽ ജോലി ചെയ്ത് ഒരു പ്രാവശ്യം പോലും മത്സരത്തിന്റെ ഒരു വാക്ക് പോലും പറയാതെ ഇരിക്കുന്ന അവസ്ഥ ചിന്തിച്ചിട്ടുണ്ടോ? You get a little idea of what Jesus went through. അങ്ങനെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിഞ്ഞു എങ്കിൽ നിങ്ങൾക്ക് യേശു 30 വർഷം നസറത്തിൽ ജീവിച്ചതിനെ കുറിച്ച് വെളിച്ചം കിട്ടും. Not my will, not my will, not my will. എന്റെ ഇഷ്ടമല്ല തന്റെ ഇഷ്ടത്തെ നിഷേധിച്ചുകൊണ്ട് തന്നെ താൻ ജീവിച്ചു. Finally in Gethsemane. ഒടുവിലായിട്ട് ഗെഥസമനയില് ഈ യേശുവിനെ coming to an end. തന്റെ അതുവരെയുള്ളതായിരിക്കുന്ന പോരാട്ടത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് വരികയാണ്. ഏറ്റവും ബുദ്ധിമുട്ടുള്ളതായിരിക്കുന്ന ഭാഗത്തേക്ക് താൻ വരികയാണ്. I don't want to drink this cup. ഈ പാനപാത്രം കുടിക്കുവാൻ എനിക്ക് താല്പര്യമില്ല. This is the most difficult thing you have asked me to do in 33.5 years. പിതാവേ, 33 വർഷക്കാലത്തിനിടയിൽ അങ്ങ് എന്നോട് ആവശ്യപ്പെട്ട ഏറ്റവും വിഷമകരമായിരിക്കുന്ന കാര്യമാണിത്. To be cut off from you. ഈ പാനപാത്രം എന്തിനെയാണ് കാണിക്കുന്നത്? നിത്യതയിൽ മുതൽ ഞാൻ നിന്നോടുകൂടി അനുഭവിച്ചിരുന്ന ആ
ഏറ്റവും അടുത്ത കൂട്ടായ്മയിൽ നിന്ന് ഞാൻ വേർപിരിയേണ്ടി വരുന്ന I don't mind dying on the cross. That is no problem. ക്രൂശിൽ മരിക്കുന്നത്, ആണിയേൽക്കുന്നത് എനിക്കൊരു വലിയ വിഷയമല്ല. I am ready to go through 100 Calvaries. 100 തവണ കാൽവറിയിലൂടെ കടന്നുപോകാൻ ഞാൻ തയ്യാറാണ്. To be cut off from you, Father. എന്നാൽ പിതാവേ, അങ്ങയോടുള്ളതായിരിക്കുന്ന കൂട്ടായ്മയ്ക്ക് ഒരു മുറിവ്, ഉടവ് സംഭവിക്കുന്നത് cannot bear the thought of it. അതിന്റെ ചിന്ത പോലും എന്നെ എത്രയധികം The ഭയപ്പെടുത്തുന്നു. most difficult thing you have ever asked me to do. എന്റെ ജീവിതത്തിൽ ഇന്നയോളം നീ ആവശ്യപ്പെട്ടതിലെ ഏറ്റവും ദുഷ്കരമായ കാര്യം ഇതാണ്, അങ്ങയോടുള്ള കൂട്ടായ്മയിൽ നിന്നും എന്നെ വേർപെടുത്തുന്ന കാര്യം. And if the Father says, all right, if you don't want to drink it, come up. You have not sinned, you can come and be with me. ഞാൻ ഭാവനിൽ ഇങ്ങനെ കാണുകയാണ്, യേശുവിന്റെ ഹൃദയത്തില് ഈ കരച്ചിലിന്റെ മറുപടി എന്നവണ്ണം പിതാവ് പറയുകയാണ്, എന്റെ പ്രിയ മകനെ, ഞാൻ പ്രസാദിക്കുന്ന എന്റെ പുത്രനെ, നീ നിഷ്കളങ്കൻ, പാപരഹിതനാണ്, നിനക്ക് എന്റെ അടുക്കലേക്ക് മടങ്ങി വരാം, കൂട്ടായ്മയ്ക്ക് വിഘ്നം വരാതിരിക്കട്ടെ. But if you come here, എന്നാൽ നീ എന്റെ അടുക്കലേക്ക് ഈ പാനപാത്രം കുടിക്കാതെ മടങ്ങി വന്നാൽ Zach Punan will go to hell. സാക് പുന്നൻ നിത്യമായി നരകത്തിലായിരിക്കും. And Jesus said, എന്നെ സ്നേഹിച്ച് എന്നെ ഓർത്ത Okay, എന്റെ I'll drink the രക്ഷകൻ അവിടെ മറുപടി പറഞ്ഞു, I'll drink the cup. പിതാവേ, ഈ പാനപാത്രം ഞാൻ കുടിക്കാം, എന്റെ ഇഷ്ടമല്ല. You put your name there. നിങ്ങൾക്ക് നിങ്ങളുടെ പേര് എന്റെ പേരിന് പകരം ഓർക്കാം, സത്യമാണ്. When God opened my eyes to this truth, ഈ സത്യം കാണുവാൻ കർത്താവിന്റെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറന്നപ്പോൾ I wept like anything. ഞാൻ അന്നുവരെ കരഞ്ഞിട്ടില്ലാത്ത വിധം ദൈവസന്നിധിയിൽ ഞാൻ കരയുവാനിടയായി. Till then I used to weep for what he did for me on Calvary. അതുവരെ കാൽവരിയിലെ ക്രൂശിൽ എനിക്ക് വേണ്ടി കർത്താവ് ചെയ്ത കാര്യം ഓർത്ത് ഞാൻ കരഞ്ഞിട്ടുണ്ട്. Now I wept when I saw what he did in Gethsemane. എന്നാൽ ഗെത്സമനയില് ഈ പാനപാത്രം കുടിക്കുവാൻ സമ്മതിച്ച എന്റെ രക്ഷകനെ, അവന്റെ സ്നേഹം കണ്ടപ്പോൾ എനിക്ക് കരഞ്ഞു നടക്കുവാൻ There I കഴിഞ്ഞില്ല. saw his love for me. എന്നോടുള്ളതായിരിക്കുന്ന കർത്താവിന്റെ അദമ്യമായ സ്നേഹം ഞാൻ കണ്ട നിമിഷങ്ങളായിരുന്നു അത്. He bowed his head. ഞാൻ അവിടെ അവന്റെ മുൻപാകെ എല്ലാ അർത്ഥത്തിലും ഞാൻ എന്റെ തല കുനിച്ചു. He bowed his head and his യേശു sweat came like great drops of blood. പിതാവിന്റെ ഈ സമ്പൂർണ്ണ ഇഷ്ടത്തിന് തലകുനിച്ച് തന്നെ കീഴ്പ്പെടുത്തിയ നിമിഷം അവന്റെ ഉള്ളിൽ നിന്ന് രക്തം വിയർപ്പ് തുള്ളികളായി വെളിയിൽ വന്നുവെന്നാണ് നാം വായിക്കുന്നത്. There's a song we sing saying, he had no tears for his own griefs, but sweat drops of blood for mine. മനോഹരമായിരിക്കുന്ന ഒരു ക്രിസ്തീയ ഗീതത്തിൽ ഇങ്ങനെയുള്ള വരികളുണ്ട്. തന്റെ സ്വന്തം ദുഃഖങ്ങൾക്ക് വേണ്ടി അവന് പൊഴിക്കുവാനായിട്ട് അവന് കണ്ണുനീരില്ലായിരുന്നു. എന്നാൽ അവൻ എന്നെ സ്നേഹിച്ചതുകൊണ്ട്, എന്നെ ഓർത്തതുകൊണ്ട് അവൻ രക്തം വിയർപ്പാക്കി അവൻ എനിക്ക് വേണ്ടി വ്യഥയനുഭവിച്ചു. Finally, when he died on the cross, ഒടുവിൽ ക്രൂശിൽ തന്റെ പ്രാണനെ വിടുമ്പോൾ he said, it is finished. അവിടുന്ന് പറഞ്ഞ വചനങ്ങൾ നമുക്കറിയാം, പിതാവേ, സകലതും നിവർത്തിയായി. Every area of my will I have denied now. എന്റെ ഇഷ്ടത്തിന്റെ എല്ലാ മണ്ഡലവും എല്ലാ മേഖലയും ഞാൻ അങ്ങയുടെ മുൻപാകെ ഞാൻ വെച്ചു തന്നിരിക്കുന്നു. I have gone right to the last bit. എന്റെ ഇഷ്ടത്തെ നിഷേധിക്കുന്ന കാര്യത്തില് അവസാനത്തെ ചുവടുവരെയും ഞാൻ പോയിരിക്കുന്നു. And the veil of my will was totally rent. എന്റെ ഇഷ്ടമെന്ന് പറയുന്ന എന്റെ ജഡം അത് ചിന്തപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ആ ചിന്തൽ പൂർത്തിയായിരിക്കുന്നു. നിന്റെ ജനത്തിനായി ഒരു വഴി തുറന്നിരിക്കുന്നു. And it was as if he was saying, now Zach Punan doesn't have to go to hell, but he can enter into the most holy place and have a fire in his spirit like I have had. സകലം നിവൃത്തിയായി എന്ന് ക്രൂശിൽ വെച്ച് അന്ത്യമൊഴി ചൊല്ലിയ ആ സമയത്ത് വാക്കും ഭാഷണവും കൂടാതെ യേശു പറയുകയായിരുന്നു, സാക് പുന്നനെയും നിത്യ നരകം അനുഭവിക്കേണ്ട കാര്യമില്ല, മറിച്ച് അവന് ചിന്തപ്പെട്ട ഈ തിരശ്ശീലയിലൂടെ ദൈവത്തിന്റെ ആത്മാവിന്റെ അഗ്നി കത്തിജ്വലിക്കുന്ന വിശുദ്ധ സ്ഥലത്തേക്ക് അവന് പ്രവേശിക്കാം. And after he paid such a price to get me into the most holy place and have the fire in my spirit, അതിവിശുദ്ധ സ്ഥലത്തേക്ക് എന്നെ പ്രവേശിപ്പിക്കുവാൻ, എന്റെ ആത്മാവിൽ സ്വർഗത്തിന്റെ തീ കത്തിക്കുവാൻ ഇത്ര വലിയൊരു വില കൊടുത്തതിന് ശേഷം, if he sees me going after money, living for the world, what will he think? ഇത്ര വലിയൊരു വില എനിക്ക് വേണ്ടി നൽകിയ എന്റെ രക്ഷകൻ അങ്ങനെ എന്നെ വീണ്ടെടുത്തതിന് ശേഷം പണത്തിന്റെ പുറകെയും മാനത്തിന്റെ പുറകെയും ഞാൻ ഓടുന്നത് കണ്ടാൽ, fighting with my wife,
എന്റെ ഭാര്യയുമായി ഞാൻ മല്ലടിക്കുന്നത് അവൻ fighting കണ്ട്, with other people for earthly things, ലൗകികമായ കാര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരോട് ഞാൻ പോരാടുന്നത് അവൻ കാണുമ്പോൾ it grieves his heart. അവിടുത്തെ ഹൃദയത്തെ എത്രമാത്രം അത് വേദനിപ്പിക്കുന്നു എന്നുള്ളത് ഞാൻ തിരിച്ചറിയുന്നു. The devil has blinded our eyes to the glory of Jesus Christ. യേശുക്രിസ്തുവിന്റെ മഹത്വം കാണാതെ വണ്ണം നമ്മുടെ കണ്ണുകളെ പിശാച് കുരുടാക്കിയിരിക്കുന്നു. You are invited today to enter the most holy place. ഇന്ന് രാത്രിയിൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും വീണ്ടും വ്യക്തിപരമായി ക്ഷണിക്കുകയാണ്. അതിവിശുദ്ധ സ്ഥലത്തേക്ക്, ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാം. Nobody could do that in the old covenant. പഴയ നിയമകാലത്ത് എത്ര ആഗ്രഹിച്ചാലും ഒരു മനുഷ്യനും അത് സാധ്യമായിരുന്നില്ല. The devil has so blinded people to this truth. ഈ സത്യങ്ങൾക്ക് നേരെ പിശാച് നിരവധി വ്യക്തികളുടെ കണ്ണ് കുരുടാക്കിയിരിക്കുകയാണ്. You go to the Christian bookshops, you won't find one book that teaches it. ഈ ദൈവിക സത്യങ്ങൾ പ്രഘോഷിക്കുന്ന, പഠിപ്പിക്കുന്ന ഒരൊറ്റ പുസ്തകം പോലും നിരവധി ക്രിസ്തീയ ഗ്രന്ഥശാലകളിൽ നിങ്ങൾക്ക് തിരഞ്ഞാലും കണ്ടെത്താൻ You go to all കഴിയില്ല. these Christian meetings where there's a lot of emotional worship and all. Nobody teaches how you get into the most holy place. നിരവധി ക്രിസ്തീയ സമ്മേളനങ്ങളും മീറ്റിങ്ങുകളൊക്കെ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. പക്ഷെ അവിടെയെങ്ങും ഇത്ര മഹത്വകരമായിരിക്കുന്ന സുവിശേഷ സത്യങ്ങൾ പ്രഘോഷിക്കുന്ന ഒരിടവും നിങ്ങൾ കാണുകയില്ല. The veil has already been rent. തിരശീല ചിന്തപ്പെട്ട് കഴിഞ്ഞു. You don't have to do anything about that. അതിനെക്കുറിച്ച് നാം ഒന്നും ഇനി ചെയ്യേണ്ട But കാര്യമില്ല. it says in Hebrews 10:20 that he has inaugurated this as a way, a new and living way for us to go. എന്നാൽ എബ്രായലേഖനം 10:20 നാം വായിക്കുന്നത് യേശു തിരശീല ചിന്തിയിട്ട് നമുക്ക് പ്രവേശിച്ച് മുന്നേറാനായിട്ട് ഒരു വഴി അവൻ തുറന്ന് ഉദ്ഘാടനം ചെയ്യുന്നതാണ്. So we have to go today through the way of this rent veil. ഇന്ന് എന്നെ നിങ്ങളെയും കുറിച്ച് ദൈവം പ്രതീക്ഷിക്കുന്നത് എന്താണ്? എന്താ നാം ചെയ്യേണ്ടത്? ചിന്തപ്പെട്ടതായിരിക്കുന്ന തിരശീലയിലൂടെ തുറക്കപ്പെട്ട വഴിയിൽ നാം We നടക്കേണ്ട have to ആവശ്യമുണ്ട്. let the word of God come and tear down this division between soul and spirit within in our lives. മൂർച്ചയുള്ള വാള് ദൈവത്തിന്റെ വചനം. ആ വചനം വന്ന് നമ്മുടെ പ്രാണനെയും ആത്മാവിനെയും വിഭജിക്കുന്ന ഒരു ദൈവിക പ്രവൃത്തി ചെയ്യുവാൻ നാം അനുവദിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. That's what the Holy Spirit seeks to do whenever he shows you something in the word. ദൈവത്തിന്റെ വചനത്തില് പുത്തനായി ദൈവം നിങ്ങളെ എന്തെങ്കിലും മറനീക്കി കാണിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ഈ Particularly വിഭജനമാണ്. the Sermon on the Mount. പ്രത്യേകിച്ചും ഗിരിപ്രഭാഷണത്തിലെ കർത്താവിന്റെ സകല വചനങ്ങളും നമ്മുടെ പ്രാണനെയും ആത്മാവിനെയും വേർതിരിക്കുവാൻ ഉതകുന്നതാണ്. If you find yourself lusting after a woman, pull out your eye. അവിടെ കർത്താവ് പറഞ്ഞു, ഉദാഹരണത്തിന് ഒരു സ്ത്രീയെ മോഹത്തോടെ നോക്കുന്നു എന്ന് നിനക്ക് തോന്നുമ്പോൾ നിന്റെ കണ്ണ് ചൂഴ്ന്നെടുത്ത് കളയുക. It doesn't mean you got to physically pull it out, but be like a blind man then. കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ നിങ്ങളുടെ കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് കളഞ്ഞ് അന്ധനാകണമെന്നല്ല, മറിച്ച് ഒരു അന്ധനായ വ്യക്തിയെ പോലെ ആ സന്ദർഭത്തിൽ നീ ആകണം, നിനക്കത് കഴിയും. In that moment, will you walk the way of not my will, but the will of God? ഒരു സ്ത്രീയെ മോഹത്തോടെ നോക്കുവാൻ പരീക്ഷിക്കപ്പെടുന്ന സമയത്ത് യേശു നടന്ന അതേ മാർഗത്തില് എന്റെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് നിന്റെ ഇഷ്ടത്തെ നിഷേധിച്ച് ഈ പുതിയ വഴിയെ നടക്കുവാൻ നീ തയ്യാറാകുമോ? When you're tempted to be angry with somebody who has hurt you, നിന്നെ മുറിവേൽപ്പിച്ച് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ നേരെ കോപിഷ്ഠനാകുവാൻ നീ പരീക്ഷിക്കപ്പെടുമ്പോൾ, when you're tempted not to forgive somebody, ഏതെങ്കിലും ഒരു വ്യക്തിയോട് ക്ഷമിക്കാതിരിക്കുവാനായി ശക്തമായി നീ പരീക്ഷിക്കപ്പെടുമ്പോൾ, will you say, not my will? ആ സന്ദർഭത്തിൽ നിനക്ക് യേശുവിനെ പോലെ പറയുവാൻ കഴിയുമോ, പിതാവേ എന്റെ ഇഷ്ടമല്ല? It says about Jesus in Hebrews 5:7, he prayed with loud crying and tears. എബ്രായലേഖനം 5:7 യേശുവിനെ കുറിച്ച് നാം വായിക്കുന്നത് അവൻ ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി അഭയാചന കഴിച്ചുവെന്നാണ്. Father, don't let me do my will. അവന്റെ കരച്ചിലിന്റെ ആത്മാവ് എന്തായിരുന്നു? പിതാവേ എന്റെ സ്വന്തം ഇഷ്ടം എപ്പോഴെങ്കിലും ചെയ്യുവാൻ എനിക്ക് ഒരിക്കലും ഇടയാകരുത്. It wasn't easy. അത് എളുപ്പമുള്ള ഒരു കാര്യമല്ലായിരുന്നു. അതുകൊണ്ടാണ് അത്ര കരച്ചിലും നിലവിളിയും ഉണ്ടായത്. Why are you so easily defeated by sin? പാപം നിങ്ങളെ വേഗത്തിൽ തോൽപ്പിച്ച് കളയുന്നത് എന്തുകൊണ്ടാണ്? Let me ask you. നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, When was the last time you prayed with loud crying and tears? ഏറ്റവും ഒടുവില് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി നിങ്ങൾ ദൈവത്തോട് നിലവിളിച്ച സന്ദർഭം എപ്പോഴായിരുന്നു? ഓർക്കാൻ Because of കഴിയും. your sin. നിങ്ങളുടെ പാപത്തെ സംബന്ധിച്ചാണ് ഞാൻ ഈ പറയുന്നത്. മറ്റേതെങ്കിലും
വിഷയത്തെ ഓർത്തല്ല, ഏറ്റവും ഒടുവിൽ നിങ്ങളുടെ പാപസംബന്ധമായ നിങ്ങളെ കർത്താവിനോട് നിലവിളിച്ച സന്ദർഭം ഏതായിരുന്നു? So many times I have cried on my pillow at night because of my sin. എന്റെ പാപത്തെ ഓർത്ത് എന്റെ കഴിഞ്ഞ കാല ജീവിതത്തിൽ നിരവധി തവണ രാത്രിയിൽ എന്റെ തലയിണ ഞാൻ കണ്ണുനീരുകൊണ്ട് നനച്ചു. I am not talking about terrible sins which the world calls sin. ലോകം മഹാപാപം എന്നൊക്കെ വിളിക്കുന്ന ഏതെങ്കിലും പാപത്തിൽ വീണത് കൊണ്ടല്ല ഞാൻ ദൈവസന്നിധിയിൽ Talking about കരഞ്ഞത്. some place during the day when I felt I did my will and not God's will. അന്ന് പകലത്തെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തില് ഏതെങ്കിലും ഒരു ചെറിയ കാര്യത്തിലെങ്കിലും എന്റെ സ്വന്തം ഇഷ്ടം ചെയ്തു എന്നെനിക്ക് പരിശുദ്ധാത്മാവ് ബോധ്യം തരുമ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ നിലവിളിച്ചിട്ടുണ്ട്. And even though I don't make a loud noise, there's been a loud crying in my spirit. പലപ്പോഴും ഞാൻ മറ്റുള്ളവർ കേൾക്കത്തക്കവണ്ണം ഉച്ചത്തിൽ രാത്രിയിൽ ശബ്ദമുണ്ടാക്കിയിട്ടില്ലായിരിക്കാം, പക്ഷെ എന്റെ ആത്മാവില് ഉച്ചത്തിലുള്ള ഒരു നിലവിളി ഉണ്ടായിരുന്നു. കർത്താവ് അത് കേട്ടിട്ടുണ്ട്. I want to encourage you to learn to have loud crying and tears in your spirit if you want to live a godly life. എന്നെ ഇന്ന് രാത്രി കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഞാൻ ഉത്സാഹിപ്പിക്കട്ടെ. പാപത്തിന്റെ മേൽ നിങ്ങൾക്ക് ജയമുണ്ടാകണമെന്ന് വരികില് നിങ്ങളുടെ ആത്മാവിൽ ഒരു ഉറച്ച നിലവിളി എങ്ങനെയാണ് ഉണ്ടാകേണ്ടത് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പരിചയമാണ്. Many years ago I decided I will never weep for anything I lose in my life. എന്റെ ജീവിതത്തിൽ എനിക്ക് വ്യക്തിപരമായി നഷ്ടമാകുന്ന ഏതെങ്കിലും ഒരു കാര്യത്തെ ഓർത്ത് ഒരു തുള്ളി കണ്ണുനീര് ഞാൻ പൊഴിക്കുകയില്ല എന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ I will തീരുമാനിച്ചു. never weep about the way other people treat me. മറ്റുള്ളവർ എന്നോട് പെരുമാറുന്ന വിധത്തെ ഓർത്ത് ഒരിക്കലും സഹതാപത്തിന്റെ I കണ്ണുനീർ ഞാൻ ഒഴുക്കുകയില്ല. will never seek sympathy from anybody for anything I go through. ഞാൻ കടന്നു പോകുന്ന ഏതെങ്കിലും ഒരു ജീവിത സാഹചര്യത്തെ ഓർത്ത് ആരെങ്കിലും എന്നോട് സഹതപിക്കണം എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കത്തില്ല കർത്താവേ. Because that's how my Lord was. എന്റെ കർത്താവ് അങ്ങനെയുള്ളവനായിരുന്നു എന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. But I will weep for the areas where I have stubbornly done my will instead of God's will. ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിയാതെ എന്റെ സ്വന്തം ഇഷ്ടം ഞാൻ ചെയ്തു പോയ നിർബന്ധ ബുദ്ധിക്കാരനായി എന്റെ സ്വന്തം ഇഷ്ടം നിവർത്തിച്ച കാര്യങ്ങളെ ഓർത്ത് ഉറച്ച നിലവിളി എന്റെ ആത്മാവിൽ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Thus I have lived in the most holy place. ആ നിലയിൽ മാത്രമേ എനിക്ക് അതിവിശുദ്ധ സ്ഥലത്ത് താമസിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളൂ. And the fire of God never leaves my spirit. അതുകൊണ്ട് തന്നെ ഞാൻ സാക്ഷ്യം പറയട്ടെ, ദൈവത്തിന്റെ അഗ്നി ഒരു സമയത്തും എന്റെ ആത്മാവിനെ വിട്ടുപോയിട്ടില്ല. I cannot produce that fire. ആ ദൈവത്തിന്റെ അഗ്നി എനിക്ക് സ്വയമേ ഉൽപ്പാദിപ്പിക്കുവാൻ In കഴിയുകയില്ല. the Old Testament you read about Leviticus 10 about Nadab and Abihu who produced one fire on their own. ലേവ്യ പുസ്തകത്തിൽ 10-ാം അധ്യായത്തില് രണ്ട് ചെറുപ്പക്കാര് ആ അന്യ അഗ്നി കത്തിച്ചതിനെ They were the sons of Aaron, Nadab and Abihu. അഹരോന്റെ മക്കളായിരിക്കുന്ന നാദാബും അബീഹുവും ഈ രണ്ട് പുത്രന്മാർ ദൈവത്തിന്റെ സന്നിധിയിൽ അന്യ അഗ്നി കത്തിച്ചു. That's what's happening in a lot of churches today. പല സഭകളിലും ഇന്ന് ദൈവത്തിന്റെ അഗ്നിയല്ല ഇതുപോലെയുള്ള അന്യ അഗ്നിയാണ് False കത്തുന്നത്. fire of emotion. വികാരത്തിന്റെ വേലിയേറ്റം ആത്മാവിന്റെ ശക്തിയാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന കാര്യം. Simple people are confused that emotion is the Holy Spirit. വളരെ സാധാരണക്കാരായ സാധുക്കളായ വിശ്വാസികള് വൈകാരികമായ ഇളക്കപ്പെരുക്കം പരിശുദ്ധാത്മാവാണെന്ന് തെറ്റിദ്ധരിച്ചു പോകുന്നു. There are some elders in our churches too who make that mistake. നമ്മുടെ ഇടയിലുള്ളതായിരിക്കുന്ന ചില മൂപ്പന്മാരുമുണ്ട്, അവർക്കും ഈ കാര്യത്തിൽ ചിന്താക്കുഴപ്പമുണ്ട്. They don't see the seriousness of it, like Nadab and Abihu trying to work up people's emotions. നാദാമിനെയും അബീഹുവിനെയും പോലെ വിശ്വാസികളായ സഹോദരങ്ങളുടെ അവരെ വൈകാരികമായി ഇളക്കുവാനുള്ളതായിരിക്കുന്ന ഒരു പ്രവണത, Imitating the Pentecostals. പെന്തക്കോസ്തുകാരെ അനുകരിക്കുവാനുള്ളതായിരിക്കുന്ന ഒരു പ്രവണത. Lift them up, make it louder, louder, louder. Holy Spirit has come. ദൈവത്തിന്റെ ജനത്തെ പാടുന്ന സമയത്തോ മറ്റേതെങ്കിലും ഒരു സമയത്തോ അവരെ വികാരഭരിതരാക്കി കുറച്ചുകൂടെ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി ആ നിലയിൽ ആത്മാവിനെ കൊണ്ടുവരുവാൻ ശ്രമിക്കുന്ന ശ്രമങ്ങൾ. See how they behave after that for the next 1 week. അങ്ങനെയൊക്കെ ആത്മാവിന്റെ നിറവ് അവകാശപ്പെടുന്നവർ അത് കഴിഞ്ഞുള്ള അവരുടെ ഒരാഴ്ചത്തെ ജീവിതം പരിശോധിക്കണം. Absolutely no change. അവരുടെ ഇടദിവസങ്ങളിലെ ജീവിതത്തിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാകുന്നില്ല. Holy Spirit? പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വന്നു കഴിഞ്ഞാൽ ജീവിതം പഴയ നിലയിൽ തുടരുമോ? It's a false fire. അത് ഒരു വ്യാജാഗ്നിയാണ് എന്ന് നാം മനസ്സിലാക്കണം. The brethren people are better. No fire. ബ്രദറൻ സഹോദരന്മാരാണ് കുറച്ചുകൂടെ മെച്ചമെന്ന് ഞാൻ പറയും. അവര് ഒരുതരം അഗ്നിയും അവകാശപ്പെടുന്നില്ല.
Definitely better, no fire is better than false fire. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? വ്യാജ അഗ്നിയെക്കാളും അഗ്നി ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. The other people in Israel were not killed because they had no fire. ഇസ്രയേലിലെ മറ്റേ ആൾക്കാരൊന്നും കൊല്ലപ്പെട്ടില്ല, കാരണം അവർ അന്യാഗ്നി കത്തിച്ചില്ല. Nadab and Abihu with the false fire, God killed them immediately. എന്നാൽ അന്യാഗ്നി, വ്യാജാഗ്നി കത്തിച്ച് ഈ നാദാവും അബീഹുവും ദൈവത്തിന്റെ ന്യായവിധിക്ക് ഇരയായി. The greatest area of deception today is emotion and Holy Spirit. ഇന്ന് ക്രിസ്തീയ മണ്ഡലത്തിൽ കാണുന്ന ഏറ്റവും വലിയ വഞ്ചന വികാരവും പരിശുദ്ധാത്മാവിനെയും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ്. Emotion is good if the Holy Spirit is in control. പരിശുദ്ധാത്മാവ് സമ്പൂർണ്ണ നിയന്ത്രണം നടത്തുന്ന സമയത്ത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വികാരം നല്ലതാണ്, It's the പ്രയോജനമുള്ളതാണ്. Holy Spirit who brings in me the emotion of joy or the emotion of weeping when I disappoint God. പരിശുദ്ധാത്മാവ് എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ദൈവം നൽകുന്നതായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള സന്തോഷമോ ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള കരച്ചിലോ ഇതൊക്കെ വികാരത്തിന്റെ പ്രകടനങ്ങളാണ്. അതൊക്കെ ഉണ്ടാകും. I believe. ഞാൻ അതുകൊണ്ട് ഈ വികാരത്തിൽ വിശ്വസിക്കുന്ന വ്യക്തി തന്നെയാണ്. But that's not Holy Spirit. എന്നാൽ ആ വികാരം, ആ പ്രകടനം പരിശുദ്ധാത്മാവാണ് എന്ന് നാം തെറ്റിദ്ധരിക്കരുത്. So let me conclude. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അവസാനിപ്പിക്കട്ടെ. Matthew chapter 7. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം. We can look at the same parable actually in Luke chapter 6. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞ The same parable. മത്തായി 7-ൽ തന്നെ പറഞ്ഞ അതേ കാര്യം നമുക്ക് ലൂക്കോസ് 7-ൽ നോക്കാം. The man who hears my words, verse 47, and does them. ലൂക്കോസിന്റെ സുവിശേഷം 7-ന്റെ 47-ൽ 6-ന്റെ 47-ൽ ഇങ്ങനെ പറയുന്നുണ്ട്, എന്റെ വചനം കേട്ട് ചെയ്യുന്നവനല്ല. That means he does my will. He denies his will and does my will. അതിന്റെ അർത്ഥം അവന്റെ സ്വന്തം ഹിതം ത്യജിച്ച് അവൻ എന്റെ ഇഷ്ടം ചെയ്യുന്നു. He goes through the way of the rent veil. അവൻ ചിന്തപ്പെട്ട തിരശ്ശീലയുടെ ആ വഴിയിലൂടെ പോകുന്നവനാണ്. The foolish man is the one who does not rend his will. തന്റെ സ്വന്തം ഇഷ്ടത്തെ നിഷേധിക്കാത്തവനാണ് ബുദ്ധികെട്ട. But this man rends his will. എന്നാൽ ഈ ബുദ്ധിയുള്ള മനുഷ്യൻ അവന്റെ ഇച്ഛയാകുന്ന ആ തിരശ്ശീല He is like a man who digs deep, verse 48. 48-ാം വാക്യത്തിൽ പറയുന്നത് പോലെ അവൻ ആഴത്തിൽ കുഴിച്ച് So he പണിയുന്നവനാണ്. digs, it's still sand. അത് അവൻ കുഴിക്കുമ്പോൾ അവൻ കാണുന്നു പാറയായിട്ടില്ല, മണ്ണാണ്. Some more. മണലാണ്. വീണ്ടും വീണ്ടും അവൻ കുഴിക്കുന്നു. Till he hits rock. അവൻ പാറ കാണുന്നത് വരെ ആഴത്തിൽ The കുഴിച്ചുകൊണ്ടേ foolish man, എന്നാൽ മഠയനായ മനുഷ്യനോ he doesn't take the trouble to go up to the rock, verse 48. He just digs there and builds. 48-ാം വചനത്തിൽ കാണുന്ന പോലെ പാറ കണ്ടെത്തുന്നവരെ ഒന്നും കുഴിക്കാൻ അവന് ക്ഷമയൊന്നുമില്ല. അവൻ മണലിന്റെ പുറത്ത് അങ്ങ് പണിയുക. You know what the sand is? മണലെന്ന് പറഞ്ഞാൽ എന്താണ്? Your soul. അത് നിങ്ങളുടെ Your പ്രാണനാണ്. mind and your emotions. നിങ്ങളുടെ വികാരവും നിങ്ങളുടെ മനസ്സ്, വികാരമൊക്കെ ഉൾപ്പെടുന്ന നിങ്ങളുടെ മനസ്സാണ് ഈ മണല്. When the word of God comes into your mind, you're still on sand. ദൈവത്തിന്റെ വചനം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു, നിങ്ങൾ അതിനെ ഉൾക്കൊണ്ടു, നല്ല കാര്യം. പക്ഷേ അത് മണലേ When it ആയിട്ടുള്ളൂ. stirs your emotions, you're still on sand. അത് നിങ്ങളുടെ വികാരങ്ങളെ ഉണർത്തി നിങ്ങളെ ഉന്മേഷഭരിതരാക്കുമ്പോഴും തെറ്റിദ്ധരിക്കരുത്, പാറ എത്തിയിട്ടില്ല, അത് മണലാണ്. When it finally blasts your will, then you've hit rock. എന്നാൽ നിങ്ങൾ വീണ്ടും കുഴിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയും നിങ്ങളുടെ ഇച്ഛ എന്ന് പറയുന്ന ആ ഇടം വരെ നിങ്ങൾ എത്തിക്കഴിയുമ്പോൾ നിങ്ങളുടെ ഇച്ഛയെ അത് കീറി മുറിക്കുന്ന സമയത്ത് നിങ്ങൾ പാറയിലെത്തി. Most preaching is to instruct the intellect and stir the emotions. That's all. മിക്ക പ്രസംഗങ്ങളും നമ്മുടെ ബുദ്ധിക്ക് തൃപ്തി നൽകുവാനും വികാരത്തിൽ നമ്മെ ഉണർത്തുവാനും വേണ്ടി മാത്രം ലക്ഷ്യം Some വെച്ചിരിക്കുന്നു. churches major on instructing the intellect, some churches major on stirring the emotions. ചില ക്രിസ്തീയ സമൂഹങ്ങള് നമ്മുടെ അന്വേഷണ പരതയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയെ തൃപ്തിപ്പെടുത്തുവാനുള്ള പഠനം നൽകുമ്പോൾ മറ്റു പലയിടങ്ങളിലും നമ്മളെ വികാരത്തിൽ ഇളക്കുവാനുള്ള സന്ദേശങ്ങൾ നൽകുന്നു. I want to preach in a way that I instruct your intellect and stir your emotions and then tell you to blast your will and do the will of God. എന്നാൽ ഞാൻ ദൈവവചനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ഈ വിധത്തിലാണ്. നിങ്ങളുടെ ബുദ്ധിയോട് ഞാൻ സംസാരിക്കും,
നിങ്ങളുടെ വികാരങ്ങളില് ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുവാനായി ഞാൻ സംസാരിക്കും. എന്നാൽ ഇതിന്റെയൊക്കെ അപ്പുറമായിട്ട് നിങ്ങളുടെ സ്വന്തം ഇച്ഛയെ തകർക്കുന്ന, കീഴ്പ്പെടുത്തുന്ന, നിഷേധിക്കുന്ന ഒരിടം വരെ നിങ്ങൾ വന്ന് എത്തേണ്ടതിനായി ഞാൻ I സംസാരിക്കും. will tell you plainly, no matter how much your emotions are stirred, how much your mind is instructed, you're a foolish person building on sand. എന്റെ ശുശ്രൂഷയെ ഞാൻ ഉടനീളം ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളുടെ ബുദ്ധിക്ക് തൃപ്തികരമാവണ്ണം നിങ്ങൾ ദൈവിക സത്യങ്ങൾ ഗ്രഹിച്ചാലും, നിങ്ങൾ വികാരഭരിതരായി സന്തോഷം കൊണ്ട് മതിമറന്നാലും, നിങ്ങളുടെ ഇച്ഛയെ നിഷേധിക്കുന്ന ഇടം വരെ നിങ്ങൾ എത്താത്തിടത്തോളം നിങ്ങൾ മണലിന്മേൽ അടിസ്ഥാനമിട്ട് പണിയുകയാണ്. Tomorrow when the Holy Spirit says do this and you blast your will and do the will of God, then you'll be a wise man. നാളെ ഒരു പ്രത്യേക വിഷയത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തെ അവിടെ നിഷേധിച്ച് ദൈവഹിതം നിങ്ങൾ ചെയ്താൽ നിങ്ങൾ പാറ കണ്ടെത്തി അടിസ്ഥാനമിട്ട ജ്ഞാനമുള്ളവനാണ്. Blast your will and you love your enemy. നിങ്ങളുടെ സ്വന്തം ഇച്ഛയെ നിഷേധിച്ച് നിന്റെ ശത്രുവിനെ നീ സ്നേഹിക്കാൻ You തുടങ്ങുമ്പോൾ, forgive that person who cheated you left, right and center. നിന്നെ തുടർമാനമായി വഞ്ചിച്ചുകൊണ്ടിരുന്ന ആ വ്യക്തിയോട് നീ ക്ഷമിക്കുന്ന സമയത്ത് And നീ you പാറയിൽ അടിസ്ഥാനമിട്ടു. Cast your will and turn your eyes away from temptation. പരീക്ഷാ സന്ദർഭങ്ങളില് കൺമോഹത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായി നിന്റെ സ്വന്തം ഇഷ്ടത്തെ നിഷേധിക്കുന്നവനാണ് And നീയെങ്കിൽ you keep blasting your will the whole day. Brother, you're a wise man. You got the message right. ഒരു ദിവസം മുഴുവനും നിന്റെ സ്വന്തം ഇഷ്ടത്തെ പരീക്ഷാ സന്ദർഭങ്ങളിൽ തുടർമാനമായി നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നീ മണലിന്മേൽ പണിയുന്നവനല്ല, നീ പാറയിൽ Then അടിസ്ഥാനമിട്ട് you will have let the പണിയുന്നവനാണ്. word of God come and divide between your soul and അങ്ങനെ spirit. നിങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ദൈവത്തിന്റെ മൂർച്ചയുള്ള വചനം നിങ്ങളുടെ പ്രാണനെയും ആത്മാവിനെയും And you will വിഭജിച്ചുകൊണ്ടിരിക്കും. dwell in the most holy place. അങ്ങനെ വിഭജിക്കപ്പെട്ട പ്രാണനും ആത്മാവുമുള്ള നിങ്ങൾ ദൈവത്തിന്റെ അതിവിശുദ്ധ And the സ്ഥലത്ത് fire of നിരന്തരം God, the fire വസിക്കുന്നവരായിരിക്കും. of God will burn in your spirit day and night. ദൈവത്തിന്റെ അഗ്നി രാത്രിയും പകലും നിന്റെ അന്തരാത്മാവിൽ And others കത്തിക്കൊണ്ടിരിക്കും. who are willing to live in that place, blast their will, they will become the body of Jesus Christ. ആ നിലയില് തങ്ങളുടെ സ്വന്തം ഇച്ഛയെ നിഷേധിച്ച് അതിവിശുദ്ധ സ്ഥലത്ത് ദൈവത്തിന്റെ അഗ്നിയോടൊത്ത് വസിക്കാൻ ആഗ്രഹിക്കുന്ന ചിലരെങ്കിലും ഉണ്ടാകും. അവർ നിന്നോടൊപ്പം ചേരുമ്പോഴാണ് കർത്താവിന്റെ ശരീരമാകുന്ന On the day സഭയുണ്ടാകുന്നത്. of Pentecost, 120 pieces of iron fell in the fire and came out as one piece of iron. പെന്തക്കോസ്ത് നാളിൽ നടന്ന അത്ഭുതത്തെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോവുകയാണ്. 120 ഇരുമ്പ് കഷണങ്ങള് ദൈവത്തിന്റെ അഗ്നിയിൽ ഒരുമിച്ച് വീണ് അവർ ഉരുകിച്ചേർന്ന് ഒരു വലിയ ലോഹ കഷണമായി തീർന്നു. അതായിരുന്നു ആദ്യത്തെ സഭ. I want to spend my life building a church like that. ഔവണ്ണമുള്ളതായിരിക്കുന്ന ഒരു സഭ പണിയുന്നതിൽ എന്റെ മുഴുവൻ ജീവിതവും ഏൽപ്പിക്കപ്പെടണം. അതാണ് എന്റെ ആഗ്രഹം. Only 10 people are willing for that in a church of 300. So be it. We will build a church with 10 people. 300 പേര് മീറ്റിംഗിൽ കൂടി വരുന്ന ഒരു സഭയിൽ കേവലം 10 പേര് മാത്രമേ ആ നിലയിൽ സ്വന്തം ഇഷ്ടത്തെ നിഷേധിച്ച് ഒന്നായി തീർന്ന് ദൈവം മുൻപാകെ വസിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ 10 പേരെ കൊണ്ട് സഭയുടെ പണി Those നടക്കും. 10 people will shake the gates of hell. The other 300 people will just sing songs. ഈ 300 പേരിലെ ഈ 10 പേര് പാതാള ഗോപുരങ്ങളുടെ നേരെ അവര് ജയിച്ചു മുന്നേറും. ബാക്കി 290 പേരും മനോഹരമായ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കും. കസേര And ചൂട് just stirred in പിടിപ്പിച്ചു their emotions and weep and all that and go home and live their own selfish life. അവരവരുടെ വികാരത്തില് അവര് സന്തോഷമുള്ളവരായി കരയുകയോ ചിരിക്കുകയോ ഒക്കെ ചെയ്ത് വീട്ടിൽ പോയി മണൽമേലുള്ള പണി തുടരും. Build on sand and finally Babylon will collapse. അവര് മണൽമേൽ തന്നെ പണി തുടർന്നുകൊണ്ടിരിക്കും. ഒടുവില് ദൈവത്തിന്റെ ന്യായവിധിയുടെ നാളില് ബാബിലോൺ വീഴുമ്പോൾ അവരുടെ പണിയും നിലംപൊത്തും. Do you want to be a part of the church of the living God? ജീവനുള്ള ദൈവത്തിന്റെ സഭയുടെ ഒരു ഭാഗമായിരിക്കാൻ സഹോദരാ നീ ആഗ്രഹിക്കുന്നു? You've seen the way today. ഇന്ന് അതിനുള്ള മാർഗം കർത്താവ് നിന്നെ I say like കാണിച്ചു. Moses, behold, I have set before you the way of life and the way of death. മോശ പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, ഇന്ന് മരണത്തിന്റെയും ജീവന്റെയും മാർഗം ഞാൻ നിന്റെ മുൻപാകെ വെച്ചിരിക്കുന്നു. You won't hear these messages in other places. മറ്റു പല സ്ഥലങ്ങളിലും ഈ തരത്തിലുള്ള സന്ദേശം നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിഞ്ഞെന്ന് വരികയില്ല. God has given you a privilege. ദൈവം നിങ്ങൾക്ക് ഇങ്ങനെ വിലയേറിയ ഒരു പദവി, ഒരു അവസരം What നൽകിയിരിക്കുകയാണ്. the Christian world calls heresy is the truth of Almighty God. ക്രിസ്തീയ ലോകം ദുരുപദേശം എന്ന് വിളിക്കുന്നത് ദൈവത്തിന്റെ മുഴുവൻ ആലോചനയാണ്, ദൈവത്തിന്റെ സത്യമാണ് എന്ന് നാം അറിയണം. And I believe the Holy Spirit is already witnessing in some of your spirits. This is the truth. Submit to it.
ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന നിങ്ങൾ ചിലരുടെ അന്തരാത്മാവിൽ പരിശുദ്ധാത്മാവും ഈ സാക്ഷ്യം പറയുന്നുണ്ട്. മകനെ, മകളെ, നീ കേൾക്കുന്നത് എന്റെ സത്യമാണ്, അതിന് ചെവി കൊടുക്കുക. Today, if you hear his voice, don't harden your heart. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിലെ പോലെ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. Let's pray. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്തോത്രം. Heavenly Father, സ്വർഗീയ പിതാവേ, open our eyes that we may see those wonderful truths from the Word of God. അങ്ങയുടെ തിരുവചനത്തിൽ നിന്നുള്ളതായിരിക്കുന്ന അത്ഭുത സത്യങ്ങൾ കാണേണ്ടതിന് ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ. Help us to live in the most holy place with the fire of God burning in our spirit. അവിടുത്തെ അഗ്നി ഞങ്ങളുടെ ആത്മാവിൽ നിരന്തരം കത്തിക്കൊണ്ട് അതിവിശുദ്ധ സ്ഥലത്ത് തന്നെ പാർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. Give us the power to blast our own will every day like Jesus did. അനുദിനം ഞങ്ങളുടെ ഇച്ഛ യേശുവിനെ പോലെ തന്നെ നിഷേധിക്കുവാൻ, ആ ഇച്ഛ തകർക്കപ്പെടുവാൻ സ്വർഗത്തിന്റെ ശക്തി ഞങ്ങളുടെ മേൽ ചൊരിയണമേ കർത്താവേ. Deliver us from the false fires of intellectual understanding and emotional stirrings. ബുദ്ധിപരമായിരിക്കുന്ന അറിവോ വികാരത്തിന്റെ വേലിയേറ്റമോ ഈ നിലയിലുള്ളതായിരിക്കുന്ന വ്യാജ അഗ്നികൾ തിരിച്ചറിയുവാനുള്ള വിവേകം ഞങ്ങൾക്ക് നൽകണമേ. We have been fooled and we have fooled ourselves long enough. കർത്താവേ, ഞങ്ങൾ നിരവധി നാളുകൾ വഞ്ചിക്കപ്പെട്ടും വഞ്ചിച്ചും ഞങ്ങളുടെ ജീവിതം പോയി കർത്താവേ. No more. You have opened our eyes. എന്നാൽ ഇനിമേൽ അങ്ങനെ തുടരുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. ഇന്ന് അവിടുന്ന് എന്റെ കണ്ണ് തുറന്നല്ലോ. We want to walk the new and living way that Jesus inaugurated. കർത്താവായ യേശു ക്രിസ്തു ഉദ്ഘാടനം ചെയ്ത ആ ജീവനുള്ള പുതിയ വഴിയെ നടക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ഇച്ഛ അതിൽ വെക്കുന്നു കർത്താവേ. In Jesus' name. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.